IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിലിരുത്തിക്കൊണ്ട് ഞാൻ പറയുക. IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകുന്നവർ അന്യരാജ്യത്ത് പോയി പണിയെടുക്കാനുള്ള മനസ്സും ആഗ്രഹവും ആർത്തിയും കൊണ്ട് പോകുന്നതല്ല, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടിൽ പണിയെടുത്താൽ നാണക്കേടാണെന്ന് ചിന്തിക്കൊണ്ട് പോകുന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 18-19 വയസ്സ് കഴിഞ്ഞവർക്ക് മാസം ഒരു 10,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് ഞാൻ ഉറപ്പ് പറയുക. ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി കൊടുത്താൽ അവർക്ക് ഒരു 10,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുമോ സാറേ? പണിയെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ആര് തൊട്ടാലും അല്ല അച്ഛനോ അമ്മയോ സ്നേഹപൂർവ്വം ചേർത്ത് കഴിഞ്ഞാൽ അത് ബാഡ് ടച്ച് ആണെന്ന് വിളിച്ച് പറഞ്ഞ് പ്രശ്നത്തിലാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി, അവനിലെ ഒരു ചെറിയ ദുർവാസനയെ ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ച് കാർക്കശ്യത്തോടെ പെരുമാറിയാൽ പോലും പുറത്തെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഈ അധ്യാപകനെ ആ ഒരൊറ്റ ഇൻസിഡൻറ്റോടുകൂടി ഈ നാട്ടിലെ ഏറ്റവും വില്ലനായിട്ട് പ്രഖ്യാപിക്കുകയും ഈ നാട്ടിലെ ഏറ്റവും കൊള്ളരുതാത്തവനായിട്ട് സമൂഹം മുമ്പ് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുക. ഇന്ന് ലോകത്തിറങ്ങുന്ന ചാറ്റ് GPT-യെക്കുറിച്ച്, ഏറ്റവും പുതിയ ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിന്ന് ഇവിടെ ലോകത്ത് ഇറങ്ങുന്ന ഏറ്റവും പുതിയ ടെക്നോളജി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമായതുകൊണ്ടാണ്. അമേരിക്കയിൽ ആപ്പിൾ ഐഫോണിൻ്റെ 16ാം വേർഷൻ ഇറക്കിയാൽ അത് അടുത്ത ദിവസം ഇന്ത്യക്കാരുടെ കിട്ടുന്ന ടെക്നോളജി ഇവിടെ വന്നു, അതിനുള്ള സംവിധാനം വന്നു. അത് ഭരണത്തിൻ്റെ തീരുമാനങ്ങളാണ്. നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം, അല്ലേ? അതിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം ഒരു 2 നില കെട്ടിടത്തിന് മുകളിലായിരിക്കുന്നതെങ്കിൽ അവിടെ കയറാനുള്ള ഗോവണി മാത്രമാണ് വിദ്യാഭ്യാസം. ഗോവണിയുമായിട്ട് നടക്കുകയാണ്. എവിടെ കയറണം? വേണ്ടാത്തടത്തൊക്കെ ചെന്ന് കയറുക. ഇപ്പോൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് കയറാൻ യഥാർത്ഥ സ്ഥലത്ത് ഗോവണി ചാര്. എന്നെ മറ്റൊരു മേഖലയിൽ എൻ്റെ മാതാപിതാക്കളെല്ലാം കൂടെ നിർബന്ധിച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പണിക്ക് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാനൊരു 8:30 ആകുമ്പോൾ എങ്ങനെ ഇവിടുന്ന് ചാടാൻ നോക്കും, അല്ലെങ്കിൽ 5 മണി കഴിയുമ്പോൾ എങ്ങനെ ഓഫീസിൽ നിന്ന് ചാടാൻ നോക്കുന്ന ഒരാളായിരിക്കും ഞാൻ. ഇവിടെ ഒരു മനുഷ്യൻ എക്സൽ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടണമെങ്കിൽ, നിങ്ങൾ ആ മേഖലയിലെ ഏറ്റവും മിടുക്കനായ ഒരു പ്രതിഭയാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. GIT ഡേ ഫെസ്റ്റ്, GIT കോൺക്ലേവ് ഇന്ന് വ്യത്യസ്തമായ ഒരു ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നടത്തിയത് വളരെ ഗംഭീരമായ കലാസന്ധ്യകളും ഒക്കെ ചേർന്ന ഒരു ഗെറ്റ് ടുഗദറായിരുന്നു ഇവിടെ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് അതിന് വേറൊരു മാനം നൽകിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഗ്രിഗോറിയൻ അവാർഡ് നൽകി, എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ച വ്യക്തികളുടെ വാക്കുകളിലൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മഹത്വത്തെപ്പറ്റി നമുക്ക് മനസ്സിലായി. നമുക്കറിയാം, പാഠ്യേതര വിഷയങ്ങളോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് ഒത്തിരി പ്രാധാന്യം ഇതിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്കായി വിഭാവനം ചെയ്തിരുന്നു. ഇന്ന് അത് വളരെ വലിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. IISc അഹമ്മദാബാദ്, NAC ഹൈദരാബാദ്, KGTTI ബാംഗ്ലൂർ, ISCI ഔറംഗാബാദ്, CTTS ഭുവനേശ്വർ, IIT മദ്രാസ്, അങ്ങനെ ഒരു നീണ്ട നിരയാണ്. ഒരു വലിയ പ്രസ്ഥാനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് GIT. ഈ GIT ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജ്മെൻറ്റിന്, അതിൻ്റെ ചെയർമാന്, അതിൻ്റെ ഫാക്കൽറ്റികൾക്ക് ഒരു നല്ല കയ്യടി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നൽകുന്നത് ഉചിതമാകുമല്ലേ? ഇന്ന് ഈ സന്ധ്യ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം, ഇന്നത്തെ ഈ ഒരു കോൺക്ലേവ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. 3 വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പ്രാവീണ്യം തെളിയിച്ച പ്രതിഭകളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾ നീണ്ട യജ്ഞം, പ്രയത്നം, സമർപ്പണം, അങ്ങനെ അതിലൂടെ ലോകത്തിൽ ശ്രദ്ധേയരായ 3 പേരെ നമുക്കറിയാം. ബഹുമാനപ്പെട്ട സാബു സാർ, അദ്ദേഹം എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിക്ക് നൽകിയിരിക്കുന്ന ഒരു സംഭാവന ഒത്തിരി വലുതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് ഇന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ പുന്നൂർ സാറ്, അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഒരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു സംശയം പ്രകടിപ്പിച്ചു ഈ ഒരു മേഖലയിൽ. നമുക്കറിയാം, ഏതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീമിലും ഏതൊരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസനത്തിലും വിജയത്തിലുമൊക്കെ വല്ലാണ്ട് മാനസിക പിരിമുറുക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും മാനസിക സമരം ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരം തലങ്ങളിൽ ഈ വിഷയങ്ങൾക്ക് അടിസ്ഥാനം ഇടുവാൻ ഒരു പക്ഷെങ്കിൽ ഡോക്ടർ പുന്നൂസിനായിരിക്കും സാധിക്കുന്നത്. അദ്ദേഹത്തെ നമുക്കിന്ന് ലഭിച്ചതൊരു ഭാഗ്യമായി കരുതുന്നു. മറ്റൊന്ന്, മലയാളികൾ പ്രായഭേദമന്യേ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര സർ. ലോകം കണ്ട വ്യക്തി, ലോകത്തെ ഓരോ ചലനങ്ങളും പഠനവിധേയമാക്കി
അത് ജനങ്ങളിലേക്ക് വ്യത്യസ്തമായ ഭാഷയിലൂടെ മനസ്സിലാക്കി തന്ന വ്യക്തി, അദ്ദേഹത്തെ ഇന്ന് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇവരുടെ അനുഭവങ്ങൾ ഇന്ന് നിങ്ങൾക്കായി തുറന്നു തരുമ്പോൾ ആ സമയം അവരുടെ അനുഭവങ്ങളെ പകർന്നെടുക്കുവാനായിട്ടുള്ള നിങ്ങളുടെ വ്യഗ്രത ധാരാളമായിരിക്കണം. ഞാൻ പലപ്പോഴും പല ക്യാമ്പസുകളിലും പോയിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ. അത് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്, അവിടുത്തെ ജീവിതം എന്താണെന്ന് കാണുന്നതിന് വേണ്ടിയാണ്. സാബു സാറിനൊക്കെ വളരെ നിശ്ചയമുണ്ട്. യൂറോപ്പിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഒക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുക. അവിടുത്തെ ഒരു ചടങ്ങാവട്ടെ, അവിടുത്തെ സാധാരണ ക്ലാസ് ദിവസങ്ങളാവട്ടെ ഒക്കെ വളരെ ലിബറലാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രയൊക്കെ ലിബറലായാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് തന്നെ തോന്നുന്ന മട്ടിൽ അത്ര ലിബറലാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ അവിടെ എത്ര ലിബറലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നിമിഷം ഇവിടെ വിട്ട് ആ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു കളയും. അത്ര കൊതിപ്പിക്കുന്ന, അത്ര നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളെ ഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള ലിബറലായ സൗകര്യങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ ഒക്കെയാണ് അവിടെ അനുഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വളരെ കാർക്കശ്യത്തോടെ, അച്ചടക്കത്തോടെ, ഡിസിപ്ലിൻഡായി, വളരെ മൂല്യങ്ങൾ ഊന്നിയ വിദ്യാഭ്യാസം നമ്മൾ കരുതുന്നത് കൊടുക്കുന്ന വലിയൊരു കോൺട്രാസ്റ്റ് നമ്മളിവിടെ കാണുന്നു. പക്ഷേ സാബു സാറേ, എനിക്കൊരു സംശയം. ഈ ഡിസിപ്ലിൻ ഇല്ലാത്ത നാട്ടിലെ, ഈ അച്ചടക്കമില്ലാത്ത നാട്ടിലെ പിള്ളേർക്ക് അവർ വളർന്നു വരുമ്പോഴാണ് അവർക്ക് ഈ നോബൽ സമ്മാനം മുഴുവൻ കിട്ടുന്നത്, അവർക്കാണ് ഈ ഓസ്കാർ അവാർഡ് മുഴുവൻ കിട്ടുന്നത്, അവർക്കാണ് ഒളിമ്പിക്സിലെ സർവ്വ മെഡലും കിട്ടുന്നത്. ഇത്ര അച്ചടക്കത്തോടെ, ഇത്ര മിടുക്കന്മാരായി, ഇത്ര വാല്യൂസ് ഒക്കെ പഠിപ്പിച്ച് പുറത്തേക്ക് വിടുന്ന നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും കിട്ടാതെ പോകുന്നു. എന്തായിരിക്കും ഇതിന്റെ കാരണം? എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ്. അടുത്ത സെഷനിൽ എനിക്ക് തോന്നുന്നത് സാബു സാറൊക്കെ അതിനുള്ള ഉത്തരം തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണോ, നമ്മുടെ വീക്ഷണങ്ങളുടെ കുഴപ്പമാണോ, അതോ അവരുടെ കുഴപ്പമാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആത്മപ്രകാശത്തിനുള്ള അവസരങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യനിലെ പ്രതിഭയെ ഉണർത്താൻ സഹായിക്കുമെങ്കിൽ ആ മട്ടിൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനുള്ള പക്വത ആർജിക്കുന്ന ഒരു സംവിധാനം ഒരു നാട്ടിലുണ്ടാവണം. ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേയറ്റം നിങ്ങൾ ആഘോഷിക്കുന്ന അമേരിക്കയിലേക്ക് ചെന്നാൽ, നിങ്ങൾ ഹൈവേയിലേക്ക് ചെന്നാൽ ഫോൺ അടിക്കുന്ന ഒരു മനുഷ്യനെ കാണില്ല, റോങ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണില്ല, ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ കാണില്ല. അവിടുത്തെ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നാൽ ഒരു മനുഷ്യനും അവന്റെ പുറമ്പിലെ, അവന്റെ വീട്ടിലെ മാലിന്യം അപ്പുറം ഇപ്പുറം നോക്കി പൊതുവഴിയിലേക്കോ വഴിയോരത്തേക്കോ വലിച്ചെറിയത് നിങ്ങൾ കാണില്ല. നിങ്ങളുടെ വീട്ടിലെ ശബ്ദം അടുത്ത വീടിന്റെ മതിലിനപ്പുറം കടക്കില്ല. എങ്ങനെയാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അളിഞ്ഞ സംസ്കാരങ്ങൾ പേറുന്ന അവരുടെ നാട് ഇത്ര ചിട്ടയോടെ, അച്ചടക്കത്തോടെ, ഡിസിപ്ലിനായിട്ട് നടക്കുന്നത്? അവിടുത്തെ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലോകം അറിയുന്ന പ്രതിഭകളെ സൃഷ്ടിച്ച് നിങ്ങളും ഞാനും ഇന്ന് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സർവ്വ ഉപകരണങ്ങളും, സർവ്വ ടെക്നോളജിയും ഉണ്ടാക്കി ഇങ്ങോട്ട് തരുന്നവരായി അവർ മാറിയത്. ഇതെല്ലാം ഉപയോഗിക്കുന്നവർ മാത്രമായി നമ്മൾ എങ്ങനെ മാറുന്നു? തീർച്ചയായിട്ടും നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഇല്ലെന്നല്ല ഞാനീ പറയുന്നത്. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 5-1 6-1 താങ്ങുന്ന ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്യേണ്ട അളവിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ഭയമായ സംശയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം ബ്രിട്ടീഷുകാരാണ് നമ്മളെ 75 കൊല്ലം മുമ്പ് ഭരിച്ചതെന്ന്. അതൊക്കെ പറയേണ്ട കാലം കഴിഞ്ഞു പോയി. കാരണം നമുക്കും ശേഷം എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ നാടുകളും മുന്നിലേക്ക് പോയി. നമുക്ക് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മൾ ഉണ്ടാക്കേണ്ട ചില പോളിസികളുണ്ട്, ചില സിസ്റ്റംസ് ഉണ്ട്, ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതിൽ നമുക്ക് ഇനിയും കൃത്യമായ ചില മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസ മേഖല അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാബു സാറിനെ പോലുള്ള പ്രതിഭകളെ ഈ രാജ്യം വേണ്ട തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നതിന് പകരം ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പോളിസികളെ നിർണ്ണയിക്കുന്ന, തീരുമാനിക്കുന്ന പദവികളിലേക്ക് അദ്ദേഹം എത്തേണ്ടതുണ്ട്. കാരണം അദ്ദേഹം തന്നെ ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നയാളാണ്, അദ്ദേഹം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ്, ഒപ്പം ലോകം കണ്ട ഒരു മനുഷ്യനാണ്, ലോകത്തുള്ള പ്രതിഭകളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുള്ള ആളാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പഠിച്ച ഒരാളാണ്. അത്തരം ഒരാൾക്കാണ് ഇത്തരം സാഹചര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. നിർഭാഗ്യവശാൽ അത്തരം ആളുകളുടെ പോലും അഭിപ്രായങ്ങളെ രാഷ്ട്രീയമായ ചിന്തകളുടെ പേരില് വിദ്യാഭ്യാസം ഇങ്ങനെയായിരിക്കണമെന്ന് സങ്കുചിതമായ താല്പര്യത്തോടെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ അത് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും ആ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് ചെയർമാൻ ജോജി തോമസ്,
അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് സതീഷ് കുമാർ, അതുപോലെ വൈസ് ചെയർമാൻ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഡോക്ടർ, എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സ്ഥാപനം ആരംഭിക്കുക അത് എളുപ്പമാണ്, അത് വിജയകരമായി നടത്തിക്കൊണ്ടു പോവുക, ഓരോ ദിവസവും അതിന് നേട്ടങ്ങൾ സമ്മാനിക്കുക, ഇതൊരു ചെറിയ കാര്യമല്ല. സംരംഭങ്ങൾ നടത്തുന്നവർക്ക് അതിന്റെ കൃത്യമായ പ്രശ്നങ്ങളെ കുറിച്ച് ധാരണയുണ്ട്. എനിക്കത് നല്ല ധാരണയുണ്ട്. അപ്പൊ ഈ സംരംഭം, ഈ വിദ്യാലയം, ഈ കലാലയം അതിഗംഭീരമായ വളർച്ചയുടെ നാളുകളുടെ തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണിതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വലിയ നേട്ടങ്ങളിലേക്ക് പോകട്ടെ. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാടിന്റെ പേര് ലോകത്തെ അറിയിക്കുന്ന പ്രതിഭകളായി മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് മേഖലയിലും ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നല്ലൊരു ചിത്രകാരൻ, നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു കലാകാരൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മാസം തോറും 5, 6, 8, 10 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു പ്രതിഭയായി മാറാൻ പറ്റുന്ന ഒരു ലോകത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ഓർമ്മയാണ്. നമുക്കറിയാം, ക്ലാസ്സിൽ നിന്ന് ചിത്രം വരയ്ക്കുന്ന ഒരാളെ നമ്മുടെ അധ്യാപകർ ഇങ്ങനെ സാധാരണ കാണുന്ന പരമ്പരാഗതമായിട്ടൊന്ന് നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ റോൾസ് റോയ്സിന്റെ ഏറ്റവും പുതിയ കാറ് വരെ ഡിസൈൻ ചെയ്ത് പുറത്തേക്ക് വിട്ടത് ആ ക്ലാസ്സിലെ പിന്നിലെ ബെഞ്ചിൽ ഇരുന്നിട്ട് പഠിപ്പിച്ച സമയത്ത് ചിത്രം കോറിയ കുട്ടികളിൽപ്പെട്ട ഒരാളാണ്. കോടാനുകോടിയുടെ റോൾസ് റോയ്സും ഡിസൈൻ ചെയ്തത്, അതിന്റെ ചിത്രങ്ങൾ വരച്ച് ആദ്യം അതിന്റെ രൂപം മുമ്പോട്ട് അവതരിപ്പിച്ചത് പ്രതിഭകളായ അത്ര ആളുകളാണ്. നമ്മുടെ രാജ്യത്ത് NID പോലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന വ്യക്തികളാണ്. നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലെ, ഈ ലോകത്ത് നിങ്ങൾ കാണുന്ന മനുഷ്യൻ സൃഷ്ടിച്ച പല ഡിസൈനുകളും, അവിടെ വെച്ചിരിക്കുന്ന അംബ്രല്ല മുതൽ ഈ ക്യാമറ വരെ ആദ്യം അതിന്റെ രൂപം ഡിസൈൻ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ പിൻബെഞ്ചിൽ നിന്ന് കോറി വരച്ച ഒരു അധ്യാപകൻ കണ്ടെത്തി, നീ പഠിക്കേണ്ടത് ഇവിടെയല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലാണെന്ന് പറഞ്ഞു വിട്ടിടത്താണ് അവന്റെ ജീവിതം മാറിയത്. ലോകം മുഴുവൻ ആയിരക്കണക്കിന് അത്തരം കലാകാരന്മാരാണ് നമുക്ക് ഈ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ടെക്നോളജിയിൽ വിജയിക്കാത്തവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രഭാഷകൻ ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ലോകത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരാളായി മാറാൻ കഴിയും. സംസാരിക്കാനുള്ള കഴിവ് കൊണ്ട് മാത്രം അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയാണ് ബറാക് ഒബാമ. പ്രസംഗങ്ങളിലൂടെ മാത്രം, ആശയങ്ങളിലൂടെ മാത്രം. അപ്പൊ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിന്റെ മികവ് മാത്രമല്ല, ആശയവിനിമയം നടത്താനുള്ള കഴിവ്, നന്നായി സംസാരിക്കാനുള്ള കഴിവ് ലോകത്തിന്റെ നിറവിലേക്ക് നിങ്ങളെ എത്തിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക. ആത്മവിശ്വാസത്തോടെ ഏത് കഴിവാണ് നിങ്ങളുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അവിടെ ഏറ്റവും എടുക്കാനാകാൻ ശ്രമിക്കുക. ലോകത്തെ കീഴടക്കുകയും ലോകത്തിന്റെ കൈയടി നേടുന്നവരായി മാറാൻ ശ്രമിക്കുക. എല്ലാവർക്കും കഴിയട്ടെ. ഞാൻ ആശംസിക്കുന്നു. നന്ദി. ആരാണ് ആദ്യത്തെ ചോദ്യം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്? ഗുഡ് മോർണിംഗ് സാർ, എൻ്റെ പേര് മീനാക്ഷി ബിനീഷ്. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് സന്തോഷ് സാറിനോടാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിലെ ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് നടത്തി വരുന്നുണ്ട്. അതുപോലെ അതിൽ നിന്നും അത്ര വലിയ ഔട്ട്കംസ് ഒന്നും നമുക്ക് അധികം കിട്ടി വരാറില്ല. അതുപോലെ തന്നെ സാറിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയാണോ അതോ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ രീതിയാണോ നല്ലത്? അതോടൊപ്പം അവർ കൊടുക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആണോ നമ്മുടെ രാജ്യത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആണോ നല്ലത്? ഞാൻ അത്ര അഗാധമായി ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പോലുള്ള പ്രോഗ്രാമുകൾ വിദേശ രാജ്യങ്ങളിൽ എങ്ങനെ നടക്കുന്നു എന്ന് പഠിച്ചിട്ടില്ല. കാരണം ഞാൻ, നിങ്ങൾക്കറിയാവുന്ന പോലെ, ഒരു ട്രാവലോഗിന് വേണ്ടിയിട്ടുള്ള യാത്രകളാണ്. അപ്പോൾ പൊതുവായ വിവരങ്ങളും അറിവുകളും പിന്നെ അതിനുവേണ്ടി നടത്തുന്ന യാത്രയ്ക്ക് മുമ്പും അതിനുശേഷവും നടത്തുന്ന ഗവേഷണങ്ങളും പഠനവും വായനയൊക്കെയാണ് എൻ്റെ അറിവിൻ്റെ സോഴ്സ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളിലും സാബു സാറ് പറഞ്ഞതുപോലെയും ഈ നാടുകളിലൊക്കെ വളരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചെന്നാൽ ആ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനം പേരും ആ പഠനത്തോടൊപ്പം അല്ലെങ്കിൽ ആ പഠന ദിവസങ്ങളിൽ തന്നെ മറ്റൊരു സമയത്ത് ഒരു ജീവനക്കാരനോ ജോലിക്കാരനോ കൂടി ആയിരിക്കും. നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്? നിങ്ങൾക്ക് ശരാശരി പ്രായം 18 വയസ്സ് കഴിഞ്ഞവരാണോ എല്ലാവരും? ആണ്. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. നിങ്ങളുടെ ഫീസ് ആരാ തരുന്നേ? നിങ്ങളുടെ വണ്ടിക്കൂലി ഇപ്പോൾ ആരാ തരുന്നേ? നിങ്ങൾക്ക് താമസിക്കാൻ ഹോസ്റ്റലുണ്ടെങ്കിൽ അവിടുത്തെ താമസ സൗകര്യത്തിനുള്ള പൈസ ആരാ തരുന്നേ? ഇനി ഇവിടുന്ന് ഒരു ടൂർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള പൈസ ആരായിരിക്കും തരിക? എന്നാൽ യൂറോപ്പിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലോ ഒരു 18-19 വയസ്സ് കഴിഞ്ഞ് ഒരു കോളേജിൽ കൊണ്ടുവരാളെ ചേർത്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ വിദ്യാർത്ഥികൾ പിന്നെ മാതാപിതാക്കളെ അധികം ആശ്രയിക്കാറില്ല. അവരാകപ്പാടെ ചെയ്യുന്നത് പഠിക്കാനുള്ള ഒരു ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും.
പേരൻസ് മിക്കവാറും. ബാക്കി വലിയൊരു ശതമാനവും അവരുടെ ജീവിതത്തിനാവശ്യമുള്ള ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ട വരുമാനം അവർ പഠനത്തോടൊപ്പം നടത്തി നേടും. ഞാനൊരിക്കൽ സൈബീരിയയിലൂടെ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫിൻലൻഡിൽ നിന്നുള്ള 3 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. 4 പേര്, ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും കൂടെ കിഴക്കൻ ഏഷ്യയിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും കാണാൻ വേണ്ടി ഫിൻലൻഡിൽ നിന്ന് യാത്ര ചെയ്തിരിക്കുക. അവർ ചരിത്ര വിദ്യാർത്ഥികളാണ്. അവരുടെ ഡിഗ്രി കോഴ്സിൻ്റെ അവസാന വർഷങ്ങളിലാണ് അവർ യാത്ര ചെയ്ത് 4 മാസം കൊണ്ട് എന്തായിരുന്നു റഷ്യ, എന്തായിരുന്നു സോവിയറ്റ് കാലഘട്ടത്തിലെ റഷ്യ, എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ മംഗോളിയ, എന്താണ് ഇക്കാലത്തെ ചൈന, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. 4 മാസത്തെ യാത്രയാണ്. കൊറിയയും കൂടെ സഞ്ചരിച്ചിട്ടേ തിരിച്ചു പോവുള്ളൂ. 10-12 ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പോഴാണ് ഇവരെ അടുത്തറിഞ്ഞത്. ഫിൻലൻഡിൽ ഹെൽസിങ്കിയിലെ യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇവർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു, ട്രെയിനിനകത്തിരുന്ന് ചർച്ചകൾ നടത്തുന്നു, ഫോട്ടോകൾ എടുക്കുന്നു, പുസ്തകങ്ങൾ വാങ്ങുന്നു. ഭക്ഷണം കഴിക്കുന്നത് വളരെ ലളിതമായിട്ട് ഇവർ കുറേ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ് സൈബീരിയൻ ട്രെയിനിൽ, റഷ്യൻ റെയിൽവേ ആണല്ലോ, അതിൽ എപ്പോഴും തണുത്ത് ഉറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. അവിടെ ഒരു സമോവർ ഉണ്ടാവും, തിളച്ച വെള്ളം എപ്പോഴും കിട്ടുന്നത്. ഒരു പാത്രത്തിനകത്തേക്ക് ഈ നൂഡിൽസ് ഇടും, സമോവറിൽ പോയി തിളച്ച വെള്ളം എടുക്കും. അവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് ചായയുടെ ഒരു സാഷേ കിട്ടും, ഒരു ഇത് കിട്ടും, ടീ ബാഗ് കിട്ടും. അതുകൊണ്ടൊരു ചായ ഉണ്ടാക്കും. 3 നേരം ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, ഡിന്നർ കഴിക്കാൻ നമുക്ക് ഈ ട്രെയിനിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പറഞ്ഞു അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ യാത്രയ്ക്കൊക്കെയുള്ള പൈസ എവിടെ നിന്നാണ്? പൈസ ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. നമ്മൾ പറയും വിദേശികൾ, സായിപ്പുമാർ, പാശ്ചാത്യരൊക്കെ ലോകത്തിലൂടെ ഇറങ്ങി സഞ്ചരിക്കുന്നു, അവർക്കിഷ്ടം പോലെ പൈസയുണ്ട്. ഈ പൈസ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നറിയോ? പഠനത്തോടൊപ്പം 4 മണി കഴിഞ്ഞ് ഉച്ചവരെ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് 3 മണിക്കോ 4 മണിക്കോ അവർ ടൗണിലേക്ക് ഇറങ്ങും. അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ വെയിറ്ററസ്സായിട്ട് ജോലി ചെയ്യും. ചിലപ്പോൾ അവിടുത്തെ ബാറുകളായിട്ട് പോലും ജോലി ചെയ്യും. ചിലർ പുസ്തക വിതരണമായിരിക്കും ചെയ്യുക. തൊഴിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 18-19 വയസ്സ് കഴിഞ്ഞവർക്ക് മാസം ഒരു 10,000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുക. മിനിമം 10,000 രൂപ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഒരു 25-30 പേര് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞാൻ തരാം, ഗ്യാരണ്ടി. നമ്മുടെ സതീഷ് സാർ എന്തേ ഇവിടെ ഉണ്ടോ? ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി കൊടുത്താൽ അവർക്ക് ഒരു 10,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുമോ സാറേ? വീടിനും അടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്ക് ലേബർ ഇന്ത്യ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞങ്ങൾ 40% കമ്മീഷൻ തരുന്നുണ്ട്. പണിയെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകുന്നവർ അന്യരാജ്യത്ത് പോയി പണിയെടുക്കാനുള്ള മനസ്സും ആഗ്രഹവും ആർത്തിയും കൊണ്ടും പോകുന്നതല്ല, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ പണിയെടുത്താൽ നാണക്കേടാണെന്ന് ചിന്തിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ആ നാടുകളിലുണ്ട്. അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനൊപ്പം പണിയെടുക്കാം. ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മയുടെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. എൻ്റെ മോള് 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ തന്നെ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അവൾ, എൻ്റെ പിതാവാണെന്ന് സ്ഥാപനത്തിൻ്റെ ചെയർമാൻ, ഇപ്പോഴും അതെ, അദ്ദേഹത്തോട് ഇന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ 1ാം ക്ലാസ് മുതൽ പഠിച്ചതുകൊണ്ട് മാർക്കെല്ലാം അവൾ ടോപ്പാണ്. എനിക്ക് കിട്ടുന്ന ഈ മാർക്കിൽ എനിക്കൊരു സംശയമുണ്ട്. അച്ചാച്ചനെ പേടിച്ചിട്ട് ഈ ടീച്ചേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് മാർക്ക് തരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ പോയി 2 വർഷം പഠിക്കട്ടെ. എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കൊന്നറിയാമല്ലോ കൃത്യമായിട്ട്. ശരി, ഫാദർ സമ്മതിച്ചു. അങ്ങനെ അവൾ കൊടൈക്കനാലിൽ കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന, അവിടെ IB ആണ് സിലബസ്, ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ്. അവിടെ പോയി പഠിച്ചു. അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞ് അവൾ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി യൂണിവേഴ്സിറ്റി അവളോട് പറഞ്ഞു, നിൻ്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നീ തിരിച്ചു പോയിക്കോളൂ, നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. IB സിലബസ് എന്താണെന്ന് സാറിനറിയാം. IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. സത്യമാണ് ഞാൻ പറഞ്ഞു. എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിലിരുത്തിക്കൊണ്ട് ഞാൻ പറയുക. ഇവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത്? ഇവന്മാരല്ലേ നിങ്ങളെ നല്ല ഗതിയിൽ എത്തിക്കാൻ പോകുന്നത്? അതുകൊണ്ട്
കാര്യം പിടി കിട്ടിയല്ലോ. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കണോ? പിന്നെ അതേ മാർക്കുമായിട്ട് ബാംഗ്ലൂർ അവർക്ക് അഡ്മിഷൻ കിട്ടി. അവൾക്ക് അവളുടെ മികവ് വെച്ചിട്ട് ആ ഒരു വർഷം അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു. അവർക്കൊരു വർഷം നഷ്ടപ്പെട്ടില്ല. അതാണ് വ്യത്യാസം. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട മാറ്റം. ഇത് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവവും മാറും, സമൂഹത്തിൻ്റെ മനോഭാവം മാറും, തൊഴിലെടുക്കുന്നത് മാന്യമാണെന്നുള്ള ചിന്തയും ഉണ്ടാവും. ഓക്കെ. സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ എന്തും തുറന്നടിച്ച് പറയുക എന്നുള്ളത്. എന്തായാലും സാബു സാർ അത് അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊണ്ടു വേണ്ട മാറ്റങ്ങൾ വരുന്നു. അതേ ചോദ്യത്തിന് ഒരു പക്ഷേങ്കിൽ സാബു സാറിന് എന്തെങ്കിലും പറയാനുണ്ട്? ആ ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുമോ? ചോദ്യം ആവർത്തിക്കേണ്ട കാര്യമില്ല. സ്കില്ലിങ്ങിനെ പറ്റി ചോദിച്ചു. സ്കില്ലിങ്, അതായത് ഞാൻ 2-3 എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒന്ന്, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ കാനഡയിലൊരു വിസിറ്റിംഗ് ഫെലോ ആയിട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ ബാച്ചിലർ ഓഫ് സയൻസിന്, കാനഡയിലൊക്കെ 4 വർഷമാണ് ബാച്ചിലർ ഓഫ് സയൻസ്. ബാച്ചിലർ ഓഫ് സയൻസിൽ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ കൂടെ പ്രോജക്റ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ കനേഡിയൻ വിദ്യാർത്ഥിനികൾ അവരുടെ BSc കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമതൊരു പ്രോജക്റ്റ് ചെയ്യണം. മെഷീൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്കിൽ അവർക്ക് വേണം. എൻ്റെ കൂടെ റിച്ചാർഡ് പസൂർ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു വർഷം വർക്ക് ചെയ്തു. എല്ലാ മെഷീൻസും അദ്ദേഹം ഉപയോഗിക്കാൻ പഠിച്ചു. സ്പെക്ട്രോസ്കോപ്പി 3 അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ചു. മെക്കാനിക്കൽ ടെസ്റ്റിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള മെഷീൻസിൻ്റെ എല്ലാം സ്കിൽ അദ്ദേഹം 1 വർഷത്തിനകം നേടിയെടുത്തു. ആൻഡ് ഇവഞ്ച്വലി ഹി പബ്ലിഷ് എൻ എക്സലൻറ്റ് പേപ്പർ വിത്ത് മീ. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത്, ബിടെക് വിദ്യാർത്ഥികൾക്കും BSc വിദ്യാർത്ഥികൾക്കും ഒക്കെ, ബാച്ചിലേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാസ്റ്റേഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കമ്പിറ്റൻസി, സ്കില്ല് വളരെ കുറവാണ്. ഞാൻ IIT മദ്രാസിൽ പോയി. IIT മദ്രാസിൽ എന്നെ വളരെ ആകർഷിച്ചത്, നിങ്ങൾ ഇന്നേക്ക് IIT മദ്രാസിൻ്റെ ക്യാമ്പസിൽ പോകണം. അവിടെ ഇന്നൊവേഷൻ സെൻ്ററുണ്ട്. നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എപ്പം നിങ്ങൾ ഫ്രീ ആവോ, ഇന്നൊവേഷൻ സെൻറ്റർ ഈസ് ഓൾവേസ് ഓപ്പൺ. 24 hours ഇന്നൊവേഷൻ സെൻറ്റർ ഓപ്പണാണ്. ധാരാളം മെഷീൻസ് അവിടെ ഉണ്ട്. മെക്കാനിക്കൽ മെഷീൻസ്, ഇലക്ട്രോണിക് മെഷീൻസ്, ബയോമെഡിക്കൽ മെഷീൻസ്. ഇവിടെയെല്ലാം പോയി കുട്ടികൾക്ക് വർക്ക് ചെയ്യാം. സപ്പോസ് യു ആർ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. സപ്പോസ് ദ കാൻഡിഡേറ്റ് ഇസ് ഇൻട്രസ്റ്റ് ഇൻ കെമിസ്ട്രി എക്സ്പീരിയൻസ് അവിടെ പോയി ചെയ്യാം. ഒരു കെമിസ്ട്രി ഗ്രാജുവേറ്റിന് മെക്കാനിക്കൽ താല്പര്യമുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എല്ലാം അവിടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ധാരാളം സ്കില്ലിങ്ങിനുള്ള പോസിബിലിറ്റി IIT മദ്രാസ് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കോളേജുകളൊക്കെ കുട്ടികൾക്ക് അഡീഷണൽ സ്കില്ലിംഗ് പ്രോഗ്രാം വളരെ സ്ട്രോങ് ആയിട്ട് വേണം. അവരെ ഇൻറ്റേൺഷിപ്പിന് വിടുക. ഞാൻ വേറൊരു എക്സാമ്പിളോട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഫുൾ ബ്രൈറ്റ് ഫെലോ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ഏതാണ്ട് 20 സർവകലാശാല നടന്ന് കണ്ടു. ഫുൾ ബ്രൈറ്റ് കമ്മീഷൻ ടുക്ക് മീ ടു 20 യൂണിവേഴ്സിറ്റീസ്. ഫിലഡൽഫിയയിലെ ഒരു പ്രസിദ്ധമായ സർവകലാശാലയെ കൊണ്ടുപോയി. എൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. അവിടുത്തെ എൻജിനീയറിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 5 വർഷം. ഈ അവസാനത്തെ ബാക്കിയുള്ള സർവകലാശാലകളിലൊക്കെ 4 വർഷം എൻജിനീയറിംഗ്. ഈ അവസാനത്തെ 1 വർഷം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികളെ കമ്പനികളിലേക്ക് വിടും. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നു, ആ യൂണിവേഴ്സിറ്റി പേര് ഡ്രക്സൽ. നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കൊടുത്ത് നോക്കിയാൽ ഡ്രക്സൽ യൂണിവേഴ്സിറ്റി, ഫിലഡൽഫിയ. അപ്പോൾ ഡ്രക്സലിൽ എൻജിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എല്ലാം ജോബ് ഗ്യാരണ്ടീഡാണ്. കാര്യം ഈ അവസാനത്തെ 1 വർഷം അവർ സ്കില്ലിങ്ങിന് വേണ്ടി ഇൻഡസ്ട്രി വിടുക. 1 വർഷം, 5 വർഷം. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പറയുന്നത് സ്കില്ലിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻ്റായ കമ്പോണൻ്റ് ആയിരിക്കണം. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെയല്ല, പല വിഷയങ്ങളിൽ കുട്ടികൾക്ക് സ്കില്ലിങ്ങിൻ്റെ പോസിബിലിറ്റി കൊടുക്കണം. ഞാൻ പറയുന്നത് ഗ്രിഗോറി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യാപകർ IIT മദ്രാസിലെ ഇന്നൊവേഷൻ സെൻറ്റർ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞത് അതുപോലൊരു ഇന്നൊവേഷൻ സെൻറ്റർ ഈ കോളേജിൽ തുടങ്ങണം. കുട്ടികൾക്ക് പല മേഖലകളിൽ നമ്മൾ സ്കില്ലിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എൻ്റർപ്രന്യൂറിയൽ സ്കില്ലും ധാരാളം സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാനുള്ള സ്കില്ലും ഒക്കെ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ആൻസർ സ്കില്ലിങ്ങിനെ പറ്റി. എൻ്റെ പേര് ലാൽ. സന്തോഷ് സാറിനോടാണ് എൻ്റെ ചോദ്യം. സാറിൻ്റെ സ്പീച്ചുകളിലെല്ലാം നമ്മുടെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു ആശയം പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെയുള്ള യാത്രയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന് പറയാമോ? അതിനൊന്ന് ആഡ് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു അനുഭവം പറഞ്ഞതായിരിക്കാം ഇതിൻ്റെ ബേസ്. 2 വിദ്യാർത്ഥികൾ പഠനം നിർത്തി മീൻ കച്ചവടം ചെയ്ത് നിർത്തിയില്ല. അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ.
നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം, അല്ലേ? അതിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം ഒരു 2 നില കെട്ടിടത്തിന് മുകളിലായിരിക്കുന്നതെങ്കിൽ അവിടെ കയറാനുള്ള ഗോവണി മാത്രമാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്വപ്നത്തെ എത്തിപ്പിടിക്കാനുള്ള ഉപകരണമാണ് വിദ്യാഭ്യാസം. അതിൽ ഏത് വിദ്യാഭ്യാസമാണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഗോവണിയുണ്ട്, പക്ഷേ എവിടേക്കാണ് കയറേണ്ടതെന്ന് അറിയത്തില്ലാത്ത സ്ഥിതിയിലാണ് പലപ്പോഴും ഈ സ്വപ്നമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഗോവണിയുമായിട്ട് നടക്കുകയാണ്. എവിടെ കയറണം? വേണ്ടാത്തടത്തൊക്കെ ചെന്ന് കയറുക. ഇപ്പോൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് കയറാൻ യഥാർത്ഥ സ്ഥലത്ത് ഗോവണി ചാര്. അതാണ് ഗോവണിയാണ് വിദ്യാഭ്യാസം തിരിച്ചറിയുക. ഈ ഗോവണിയും തലച്ചോന്ന് നടക്കുന്നവരെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്താറില്ല. അവൻ അന്തം വിട്ട് നടക്കുകയാണ് പല വഴിക്ക്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് നമ്മൾ ഏത് കാര്യത്തെയാണോ ഏറ്റവും സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ഏത് സമയവും നിരന്തരം നമ്മൾ ചെയ്താൽ, ഇപ്പോൾ സാബു സാറിൻ്റെ ഡോക്ടറുടെയൊക്കെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഗവേഷണ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ പ്രവർത്തിക്കുമ്പോൾ മടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല, അല്ലേ? ഒരു ദിവസം ഉറങ്ങാൻ വാച്ചേ നോക്കിയിട്ടായിരിക്കും 1 മണിയായാലും ഉറങ്ങിയേക്കാം എന്ന് തോന്നുന്നത്. വായന, പഠനം, ഗവേഷണം, അത് അവരുടെ സ്വപ്ന മേഖലയായതുകൊണ്ട് അവരത് ആസ്വദിക്കുന്നത്. ഞാൻ സഫാരി എന്ന് പറഞ്ഞൊരു ചാനൽ നടത്തുന്നപ്പോൾ ഓരോ ദിവസവും ഞാൻ വീട്ടിൽ പോകുന്നത് സാധാരണഗതിയിൽ സതീഷ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പോലും ഞാൻ വീട്ടിൽ പോയത് 2:30 മണിക്ക് 3 മണിക്ക് മറ്റുമാണ്. ഇന്ന് ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ ചെന്നാൽ എൻ്റെ ഓഫീസിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒരു 6 മണി 7 മണിയാവും എൻ്റെ ലേബർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ തീരാൻ. അത് കഴിഞ്ഞ് 7:30-ക്കോ 8 മണിക്കോ ആണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറുക. സഫാരിക്ക് വേണ്ടി, സഞ്ചാരത്തിന് വേണ്ടിയുള്ള സമയം പിന്നെയാണ് തുടങ്ങുന്നത്. എൻ്റെ മറ്റ് ബിസിനസ്സിനൊന്നും ഇത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവിടുന്ന് തുടങ്ങിയാൽ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോകുന്നതിൻ്റെ മാനദണ്ഡം എന്നറിയാമോ? ഇന്ന് ഒരു പെശകും കുഴപ്പവുമില്ലാതെ സഫാരിയിലെ എല്ലാ പരിപാടിയും ഏറ്റവും ഞാൻ മനസ്സിലുദ്ദേശിച്ച ക്വാളിറ്റിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അതെല്ലാം ക്ലിയറാക്കി അതിൻ്റെ പേപ്പറുകളെല്ലാം ഒപ്പിട്ട് കൊടുത്ത് വെച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആൾ ഞാനാണ്. പിന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്? ഈ കഴിഞ്ഞ 27 വർഷമായി ഞാൻ സഞ്ചാരം തുടങ്ങിയിട്ട് ഇപ്പോഴും അത് തുടരുന്നതിൻ്റെ കാര്യം എൻ്റെ പാഷൻ അതാണ്. ഞാൻ അതിനെ സ്നേഹിക്കുന്നു. അതിൻ്റെ പേരിലാണ് എനിക്ക് ഈ ലോകത്തും സമൂഹത്തും കിട്ടുന്ന സ്നേഹവും ആദരവും എല്ലാം കിട്ടുന്നതെന്ന് എനിക്കറിയാം. അത് ഞാൻ എത്ര ചെയ്താലും മടുക്കാത്ത തൊഴിലാണ്. ഇതിനു പകരം എന്നെ മറ്റൊരു മേഖലയിൽ എൻ്റെ മാതാപിതാക്കളെല്ലാം കൂടെ നിർബന്ധിച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പണിക്ക് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാനൊരു 8:30 ആകുമ്പോൾ എങ്ങനെ ഇവിടുന്ന് ചാടാൻ നോക്കും, അല്ലെങ്കിൽ 5 മണി കഴിയുമ്പോൾ എങ്ങനെ ഓഫീസിൽ നിന്ന് ചാടാൻ നോക്കുന്ന ഒരാളായിരിക്കും ഞാൻ. ഇവിടെ ഒരു മനുഷ്യൻ എക്സൽ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടണമെങ്കിൽ, നിങ്ങളെ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ മേഖലയിലെ ഏറ്റവും മിടുക്കനായ ഒരു പ്രതിഭയാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. ഒരാൾക്കും അവൻ ഇഷ്ടപ്പെടാത്ത, പാഷനേറ്റ് അല്ലാത്ത മേഖലയിൽ പ്രതിഭയാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പാഷനെ നിങ്ങൾ ചെയ്യിച്ചോണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പുറകെ പോകണം. സ്വപ്നങ്ങൾ പുറകെ പോകുന്ന പഠനം നിർത്തിയിട്ട് പോകാനല്ല പറയുന്നത്. നിങ്ങളുടെ സ്വപ്നം ആർജിക്കാൻ, നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാനുള്ള പഠനം എന്തെന്ന് ആദ്യം കണ്ടെത്തണം. എന്ത് പഠിച്ചാലാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്താൻ പറ്റുക എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ പഠനം ഉപേക്ഷിച്ചിട്ട് പോകണമെന്നോ മറ്റു കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. എൻ്റെ പേര് വിഷ്ണു ശങ്കർ. ഞാനിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം സാബു സാറിനോടാണ്. സാർ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ടെക്നോളജി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എപ്പോഴും, അല്ല ഇപ്പം നമ്മുടെ സാങ്കേതിക സിലബസ് അല്ല, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സിലബസ് റിവിഷൻ എന്ന് പറയുന്നത് 5 വർഷം കൂടുമ്പോഴാണ്. പക്ഷേ നമ്മളൊരു കമ്പനിയോ ഒരു ഇൻഡസ്ട്രിയോ എടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. അവരുടെ മെഷീനറീസും അവരുടെ പ്രോസസ്സും എല്ലാം അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മളൊരു ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ പോളി ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും എല്ലാം ഒരു 5 വർഷമാണ്. നമ്മളെപ്പോഴും പഠിപ്പിക്കുന്ന കാര്യം ഒരു 5 വർഷം പുറകോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മറികടക്കാൻ ഇപ്പോൾ സാറ് നേരത്തെ സ്പീച്ച് പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റുമായിട്ട് ചേർന്നുള്ള ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ട് പൂർണ്ണമായിട്ടും കഴിയുമോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചത്. മൈ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റികൾ എവറി 2 years, എല്ലാ 2 വർഷം മിനിമം ആയിട്ടെങ്കിലും സിലബസ് നവീകരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ സിലബസ് നവീകരിച്ചില്ലെങ്കിലും, ഇത് അധ്യാപകരുടെ ഒരു ചുമതലയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ ആ മേഖലയിലെ നവീന കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. അതിന് ആരും പ്രിവെൻറ്റ് ചെയ്യില്ല. യൂണിവേഴ്സിറ്റിയും പ്രിവെൻറ്റ് ചെയ്യില്ല, ആരും പ്രിവെൻറ്റ് ചെയ്യില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വലിയ ചുമതലയാണ്. ലേറ്റസ്റ്റ് ആർട്ട് ഡെവലപ്മെൻറ്റ്സ് എല്ലാം അവരെ പഠിപ്പിക്കണം. ഇനി നല്ലൊരു ചോദ്യം ചോദിച്ചു. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ
ഞാൻ പറയാൻ പോകുന്നു. ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഖരഗ്പൂരിൽ 1984-87 കാലഘട്ടങ്ങളിൽ PhD പോയി. ഞാൻ ബിടെക് കഴിഞ്ഞ് നേരെ PhD പോകുമായിരുന്നു. അപ്പോൾ ധാരാളം കോഴ്സ് വർക്ക് ചെയ്യണം ബിടെക് കഴിഞ്ഞിട്ട് നേരെ PhD പോയാൽ. നിങ്ങൾക്കൊക്കെ പോസിബിലിറ്റി ഉണ്ട്. ഇവിടുന്ന് ബിടെക് കഴിഞ്ഞ കുട്ടികൾക്ക് നേരെ PhD പോകാം, പ്രൊവൈഡഡ് യു ഗെറ്റ് എ ഗുഡ് സ്കോർ ഇൻ ഗേറ്റ്. അപ്പം ഞാൻ കുറേ കോഴ്സുകൾ എന്നെ പഠിപ്പിച്ചത്, കുറേ കോഴ്സുകളിൽ ക്ലാസ് എടുത്തത് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നവരാണ്. ഞാനൊരു 3-4 കോഴ്സ് എന്നെ പഠിപ്പിച്ചത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ഒന്ന് അടയ്ക്കണമെങ്കിൽ നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ അഡ്ജൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് കൊണ്ട് വിളിക്കണം. ഫോർ എക്സാമ്പിൾ സന്തോഷ് കുളങ്ങര, ഹി കുഡ് ബി എൻ അഡ്ജൻറ്റ് ഫാക്കൽറ്റി ടു ദ കോളേജ്. ഡോക്ടർ പുന്നൂസ് കുഡ് ബി എൻ അഡ്ജൻറ്റ് ഫാക്കൽറ്റി ടു ദ കോളേജ്. അങ്ങനെ ധാരാളം ആളുകളെ ഇൻഡസ്ട്രിയിൽ നിന്ന് അഡ്ജൻറ്റ് ഫാക്കൽറ്റിയാണ് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പ് ഒരു പരിധി വരെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ഗ്രിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ഫാക്കൽറ്റി സ്ട്രെങ്തിൽ ഞാൻ പറയുന്ന ഒരു 10% 50% അഡ്ജൻറ്റ് ഫാക്കൽറ്റികളെ കൊണ്ടുവരണം. സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ മേഖലയിൽ പ്രഗത്ഭരായ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം. ഞാൻ കുറച്ച് നാൾ മുമ്പ്, ഏതാണ്ട് 2 വർഷം മുമ്പ്, IIT മദ്രാസിൻ്റെ പാർക്ക് കാണാൻ പോയി. നിങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ പാർക്കൊന്ന് കാണണം. IIT മദ്രാസിൻ്റെ 1000 കോടി ഒരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ ചെയർമാനുമായിട്ട് ഞാനൊരു 5-10 മിനിറ്റ് സംസാരിച്ചു. ചുഞ്ചൻ വാല, പ്രോബ്ലി യു ഷുഡ് ഇൻവൈറ്റ് ഹിം ഫോർ എ ടോക്ക് ഹിയർ. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? കേരളത്തിലെ കുട്ടികളെ കണ്ടമാനമായിട്ട് പഠിപ്പിക്കുന്നു, അവർക്ക് സ്കില്ലിങ്ങിനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. ഞാൻ പറയുന്നത് പഠിപ്പീരൊക്കെ കുറച്ചിട്ട് കുട്ടികൾക്ക് കൂടുതൽ സ്കില്ലിങ്ങും എൻ്റർപ്രീനിയറിയൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. പുതിയ കാര്യങ്ങളൊക്കെ, നവീന കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ചലനങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം. യെസ്. എൻ്റെ പേര് ABA യൂസഫ്. എൻ്റെ ചോദ്യം വർഗീസ് സാറിനോടാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഇപ്പോഴത്തെ തലമുറയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമുള്ള സമീപത്തിൽ വളരെയധികം മാറ്റങ്ങൾ കണ്ടുവരുന്നു. ഈ ഒരു സമീപത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അറിവിൻ്റെ കുത്തക എല്ലാം അധ്യാപകർക്കായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പഠിച്ചു വന്ന ഒരു കാര്യം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് അവർക്ക് നിമിഷ നേരം കൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഒരു നോളജ് ലെവൽ അവർക്ക് അക്വയർ ചെയ്യാം, താങ്ക്സ് ടു ടെക്നോളജി. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നോളജിൻ്റെ കാര്യത്തിൽ ഒരു ഉടമയും അത് വിതരണം ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ഒരു വ്യത്യാസം ഇന്നത്തെ ലോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു ലെവലിംഗ് ഓഫ് വന്നിട്ടുണ്ട്. അപ്പം ഈ നോളജ് കൊടുക്കുന്ന ആൾ ഈ അറിവിൻ്റെ എല്ലാം കുത്തക മുതലാളിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അല്പം വീതിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ള ആ ഒരു ധാരണയിൽ നിന്നും ഇന്നത്തെ ലോകം മാറിയിരിക്കുന്നു. അത് വളരെ ആരോഗ്യകരമായ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ പഞ്ചപുച്ഛം അടക്കി നിന്ന് അധ്യാപകൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി മനസ്സിലാക്കി പോകുന്ന ഒരു ലോകത്തിൽ അല്ല നമ്മളിന്ന് ജീവിക്കേണ്ടത്. അറിവുകളെ നമുക്ക് കിട്ടുന്ന അധ്യാപകൻ്റെ റോള് പലപ്പോഴും അറിവ് പ്രൊവൈഡ് ചെയ്യുന്ന ആളെന്നുള്ളതല്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിൽസ് പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരാൾ. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും ഇതിനോട് റെലവൻ്റായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഈ തലച്ചോറ്, ഞാനൊരു മെഡിക്കൽ സയൻറ്റിസ്റ്റും കൂടി ആയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും തലച്ചോറ്, മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയമാണ്. ആ പ്രപഞ്ചത്തിലെ ഒരു വിസ്മയം മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൈപുല്യവും സങ്കീർണതയും നമ്മുടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. 17 വയസ്സിലോ 18 വയസ്സിലോ നമ്മളൊരു കരിയറോ പ്രൊഫഷനോ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു സത്യം പറഞ്ഞ അബദ്ധമാണ്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പറഞ്ഞു, അവിടെയൊക്കെ അവരുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് 10, 22, 24, 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അവരുടേതായ ഫീൽഡുകളല്ലേ, ഒരുപക്ഷെ 30-ന് ശേഷവും 35-ന് ശേഷവും ഒക്കെ സ്വന്തം ഫീൽഡിലേക്ക് പോകുന്നവരൊക്കെ അവിടെ വിദഗ്ധരാകുകയും അവർക്ക് എക്സലൻസ് ഉണ്ടാകുകയും നൊബേൽ പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മളുടെ ഒരു പ്രശ്നം, നമ്മൾ 17-18 വയസ്സ് വരെ വി ആർ ഫോഴ്സ് ടു ചൂസ് എ പർട്ടിക്കുലർ പ്രൊഫഷൻ. അവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ പറഞ്ഞ സ്ട്രൈറ്റ് ജാക്കറ്റിനകത്തുകൂടി നേരത്തെ പറഞ്ഞ പോലുള്ള ചില യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സിലബസിനുള്ളിൽ കൂടെ നമ്മൾ
അല്പം മുമ്പേ സംഭാഷണ മധ്യേ സന്തോഷ് സാറ് പറയുകയുണ്ടായിരുന്നു, നമ്മൾ പുട്ടുകുറ്റിക്കകത്ത് കയറി പുട്ടായിട്ട് പുറത്തിറങ്ങുന്ന അരിപ്പടി ആണെന്നുള്ളത് പറഞ്ഞു. അപ്പം നമ്മളെ രൂപപ്പെടുത്തുന്ന പുട്ടുകുറ്റികളായിട്ടല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറേണ്ടത്. നമ്മളും അധ്യാപകരും വിദ്യാർത്ഥികളും 18 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഫോർമേഷൻ, വയറിങ്ങൊക്കെ ഏകദേശം റെഡിയാകുന്നത്. അപ്പം നമ്മൾ വി ഷുഡ് മാച്ച് നമ്മളുടെ അഭിരുചികൾ എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്, നമ്മുടെ സ്കില്ലുകൾ എന്താണ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഇറ്റ് ഈസ് വയർഡ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അധ്യാപന ശൈലി, അല്ലെ ഒരു പഠിക്കൽ ശൈലി, അധ്യാപകരുടെ മാത്രമല്ല, നമ്മൾ പഠിക്കുന്നതിലും ആ ശൈലി എൻ്റെ തലച്ചോറ് ഇങ്ങനെയാണ്. ചില ആൾക്കാർ കേട്ട് പഠിക്കും, ചിലർ കണ്ടു പഠിക്കും, ചിലർ ചെയ്ത് പഠിക്കും. അപ്പോൾ ആ ഒരു സവിശേഷതകളെ നമ്മൾ മനസ്സിലാക്കി, അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനും ഞാൻ അവിടുത്തെ വാടകക്കാരനും എന്നുള്ള ഒരു അങ്ങനെ കാപഡ്യം നിറഞ്ഞ ഒരു ബഹുമാന ആദരവുകളൊന്നും ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകർ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിനും അങ്ങനെയുള്ള ഒരു ആദരവുകളുടെ ഒന്നുമല്ല. കൊടുക്കൽ വാങ്ങൽ, ലേൺ ഫ്രം സ്റ്റുഡൻസ് ആൻഡ് ലേൺ ഫ്രം പിയർ ലേണിംഗ്, ലേൺ ഫ്രം ഈച്ച് അതർ. അപ്പോൾ അവിടെ ആ ഒരു കാപഡ്യമൊക്കെ മാറ്റി നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ സവിശേഷതകളെ, പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, ആ വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുക, ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ വരുമ്പോഴാണ് നമ്മൾക്ക് മികവുണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത് മാറി ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരണം. ആ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മികവുണ്ടാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മൾ എക്സൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് അധ്യാപകരോടുള്ള ബഹുമാനമൊക്കെ നമുക്ക് നിലനിർത്താം, കുഴപ്പമൊന്നുമില്ല. അധ്യാപകർ ഫെസിലിറ്റേറ്റേഴ്സ് ആവണം. ഈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്രെയിൻ, നമ്മുടെ ഒരു ക്ലാസ്സിൽ 40 പേരുണ്ട്, 40 പേരും 40 ബ്രെയിൻസാണ്, 40 രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബ്രെയിനുകളാണ്. ആ ബ്രെയിനിനെ ഏറെക്കുറെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുത്താൽ ഈ കുട്ടികളുടെ പഠനം കഷ്ടപ്പെട്ടുള്ള പഠനം മാറി ഇഷ്ടപ്പെട്ടുള്ള പഠനമായിട്ട് മാറും. ദാറ്റ് വിൽ ബ്രിങ് ദ റിയൽ ടാലൻറ്റ് ഇൻ ദം, ദാറ്റ് വിൽ മേക്ക് ദം എക്സലൻറ്റ് പ്രോഡക്ട്സ്. താങ്ക് യു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം കൂടെ, അത് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഉത്തരം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉയർന്ന പോലീസ് ഓഫീസറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ഥിരമായി വരുന്ന കോളുകളെ പറ്റി. ഇപ്പോൾ എല്ലാ സ്കൂളിൻ്റെയും വാതിലിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അധ്യാപകർ അടിച്ചാൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അധ്യാപകർക്ക് മേലെ നിൽക്കുന്ന ഒരു സംവിധാനം അറിഞ്ഞോ അറിയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലും ഭയന്നിട്ടാണ് അധ്യാപകർ പലരും സ്കൂളിൽ നിൽക്കുന്നത്. അത്തരം ഒരു സംവിധാനത്തെ പറ്റി എന്താണ് നമുക്കൊന്ന് പറയാൻ സാധിക്കുന്നത്? സന്തോഷ് സാർ അങ്ങായിരിക്കും ഏറ്റവും നന്നായിട്ട് വിമർശനാത്മകമായിട്ട് പറയാൻ പറ്റുന്നത്. ഇതിനൊരു പഞ്ച് വരണമെങ്കിൽ സന്തോഷ് സാർ പറയണമെങ്കിലും അത് സാർ പറഞ്ഞോളും. എങ്കിലും അതിനകത്തുള്ള ഒരു പ്രശ്നം ഇതാണ്, നമുക്കിവിടെ ഈ കുട്ടികളുടെ ഒരു 5 to 12 ഇയേഴ്സിനുള്ളിലെ കുട്ടികൾക്ക് ഡിസിപ്ലിനിങ് നമുക്ക് വേണം. ഒരു കുട്ടിയുടെ തലച്ചോറ് വികസിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിനിങ് വേണം, ചിട്ടകളുണ്ടാവണം. തോന്നുമ്പം നമ്മൾ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ സാർ പറഞ്ഞു, പാശ്ചാത്യ സ്വാതന്ത്ര്യം കൂടുതൽ അനുഭവിച്ചു വരുന്ന ഒരു തലമുറ. നമ്മളിവിടെ ഒരുപാട് ഡിസിപ്ലിനിൽ, ഇവിടെ വേലിക്കെട്ടിനകത്ത് നിങ്ങളെ ഇരുത്തിരിക്കുന്നതിനെ പറ്റി ഒരു സർക്കാസ്റ്റിക് കമൻറ്റൊക്കെ സാർ പറഞ്ഞു. അപ്പം ഈ ചെറിയ പ്രായത്തിൽ ഒരു 5 to 12 ഇയേഴ്സ് പീരീഡ് എന്ന് പറയുന്ന സമയം നമ്മുടെ തലച്ചോറിൽ ചില ചിട്ടപ്പെടുത്തലുകൾ രൂപപ്പെടേണ്ട ഒരു സമയമാണ്. അവിടെ അപ്പനെ പറ്റിയും അമ്മയെപ്പറ്റിയും ഒക്കെ അധ്യാപകരെ, എൻ്റെ കുട്ടി എൻ്റെ കൂട്ടുകാരനെ പോലെയാണെന്നൊക്കെ മാതാപിതാക്കൾ ആ ഒരു കാലഘട്ടത്തിൽ പറയുന്നത് ശരിയല്ല. കാരണം അവിടെ ഒരു ഹൈറാർക്കി വേണം, അവിടെ ഒരു പവർ സ്ട്രക്ചർ വേണം, അവിടെ ഒരു നിയമങ്ങൾ വേണം, ചില അരുതുകൾ വേണം, ചില വിലക്കുകൾ വേണം, ചില ബൗണ്ടറീസൊക്കെ വേണം. പക്ഷേ ഈ 12 വയസ്സിന് ശേഷം നമ്മളൊരു ആ പവർ 12 ഇയേഴ്സ് to 18 ഇയേഴ്സ് കുറച്ചുകൂടെ ഈ നേരത്തെ പറഞ്ഞ ഒരു പരിശീലനം, അപ്പൻ്റെയോ അമ്മയുടെയോ മുതിർന്നവരുടെയോ ഒക്കെ കൂടെ ഒരു പരിശീലന കാലം, ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ സമയമാണ്. തലച്ചോറ് അതിന് പ്രാപ്തമാകുന്നുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് ചുരുക്കി പറയുക, ഒരു ബിയോണ്ട് 18 ഇയേഴ്സ് കഴിയുമ്പം നമ്മുടെ തലച്ചോറിലെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്നതിന് സാങ്കേതിക നാമം പറയും, നമ്മുടെ നെറ്റിയുടെ തൊട്ട് പുറകിലുള്ള ഭാഗം, അത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അവിടെയാണ് നേരത്തെ സന്തോഷ് സാർ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻസ്, ഡിപ്പെൻഡ് ചെയ്യാനുള്ള പ്രവണതയൊക്കെ മാറ്റി ആത്മാഭിമാനം, എൻ്റെ ജീവിതമാണിത്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ആത്മാഭിമാനത്തോടുകൂടി, ആ ഇച്ഛാശക്തിയോടുകൂടി സ്വന്തം ജീവിതത്തെ പ്ലാൻ ചെയ്ത് അത് ഉത്തരവാദിത്വപൂർവ്വം നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്നത് പറയുന്നത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന 18 വയസ്സിൽ. ആ പ്രായം മൂലം നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഫ്ലെക്സിബിലിറ്റികളും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അപ്പം ഈ ഗിയർ മാറ്റിയിടണം. നമ്മളൊരു യാത്ര തുടങ്ങുമ്പം ഫസ്റ്റ് ഗിയറിലിട്ട്, സെക്കൻഡ് ഗിയറിലിട്ട്, തേർഡ് ഗിയറിലേക്ക് പോകണം. ഇപ്പം ഡോക്ടർ ബിജു പറഞ്ഞ പ്രശ്നം വരുന്നത് അവിടെയാണ്.
നമുക്ക് എവിടെയൊക്കെയോ ചില അബ്യൂസുകൾ നടക്കുന്നുണ്ട്, ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ പുതിയൊരു ഭീകരാന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചിരിക്കുക. ആര് തൊട്ടാലും അല്ല അച്ഛനോ അമ്മയോ സ്നേഹപൂർവ്വം ചേർത്ത് നോക്കി കഴിഞ്ഞാൽ അത് ബാഡ് ടച്ച് ആണെന്ന് വിളിച്ച് പറഞ്ഞ് പ്രശ്നത്തിലാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അധ്യാപകരെ ഈ ഡിസിപ്ലിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കൊടുക്കേണ്ട ശിക്ഷയല്ല ശിക്ഷണം, ആ ശിക്ഷണത്തെ ഒരു ചൈൽഡ് അബ്യൂസായിട്ട് നമ്മൾ നമ്മുടെ ഈ സൈക്കോളജി എന്ന് പറഞ്ഞ് തെറ്റായ സൈക്കോളജി, ശാസ്ത്രീയമായ സൈക്കോളജി അല്ല, നമ്മളെ മീഡിയയൊക്കെ പ്രചരിപ്പിക്കുന്ന ചില എല്ലാത്തിനും സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്താൽ മാത്രം മതി എന്ന് പറയുന്നിടത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ആ ഒരു ഡിസിപ്ലിനിങ് വെസ്റ്റേൺ കൺട്രീസിലുള്ളതുകൊണ്ടാണ് അവർ സോഷ്യൽ ലൈഫിൽ, അവരുടെ സിവിൽ ലൈഫിൽ ആ സിറ്റിസൺഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണിക്കുക. അതുകൊണ്ടാണ് അവർ അവരുടെത്തും സ്പില്ല് ചെയ്യുകയും അവിടെ പരിസരം വൃത്തികേടാകാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനിങ് പീരീഡ്, റെസ്പോൺസിബിലിറ്റി, അത് ടൈമിൻ്റെ കാര്യത്തിലാവട്ടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിലുള്ള അതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ അത് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കേണ്ടത്? പവർലെസ്സായി. ദ ടീച്ചർ കമ്മ്യൂണിറ്റി ഹാസ് ബിക്കം പവർലെസ്, പേരൻസ് ഹാവ് ബിക്കം പവർലെസ്. കുട്ടികൾ വീട്ടിലെ ഭീകരന്മാരായിട്ട് മാറിക്കോളും. ചൈൽഡ് ടെററിസം വീടുകളിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കളയും. അപ്പോൾ ഈ കുട്ടികളുടെ ടെററിസം നമ്മൾ അറിയാതെ കടന്നു വരുന്നുണ്ട് ഇതിനകത്ത്. സോ അത് നമ്മൾ സമൂഹം വളരെ ഗൗരവമായിട്ടെടുത്ത് നമ്മളുടെ എഡ്യൂക്കേഷണൽ പോളിസികളിലും ഈ പേരൻറ്റ് ചൈൽഡ് റെയറിങ് പോളിസികളിലൊക്കെ കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ്. അപ്പോൾ നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണ്. അതിൻ്റെ എസൻസ് സാറ് പറഞ്ഞതിനകത്ത് വളരെ മർമ്മമാണ് സാറ് പറഞ്ഞത്. ഇറ്റ് ഈസ് മൈ ലൈഫ് ആൻഡ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതും ഓർഗനൈസ് ചെയ്യേണ്ടതും എക്സിക്യൂട്ട് ചെയ്യേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതും, പ്ലാനിങ്, ഓർഗനൈസിങ്, എക്സിക്യൂട്ടിങ് ആൻഡ് മോണിറ്ററിങ്, ഈ 4 വാക്കുകളുടെ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിമോണിക്കായിട്ട് ഓർത്തിരിക്കാം. ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ നന്നാവും. അത്രയേ ഉള്ളൂ. താങ്ക് യു. സന്തോഷ് സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? അതിൽ 2 വാക്ക്. നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടൊന്ന് ഇരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. ഇതിനകത്ത് നമ്മൾ ചില രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സ്കൂളുകളിൽ നമ്മൾ ലിബറലായ ഒരു എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ടീച്ചേഴ്സും കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധം നമ്മളുടെ ഒരു 10 വർഷം മുമ്പോ അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പോ അല്ലെങ്കിൽ ഇപ്പോൾ പോലും പല സ്കൂളുകളിലും കോളേജുകളിലും ഉള്ള പോലത്തെ ഒരു ബന്ധമല്ല. സാവു സാർ കുറച്ച് മുമ്പ് പറയതേ, ഒരു ക്ലാസ് തുടങ്ങുന്നതിന് 10 മിനിറ്റെങ്കിലും മുമ്പേ എത്തേണ്ടത് ഒരു അധ്യാപകനാണ്. ആ അധ്യാപകനാണ് അതെല്ലാം റെഡിയാക്കി വെച്ച് കുട്ടികൾ വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയായി എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോൾ ഒരു ഫെസിലിറ്റേറ്ററായിട്ട്, ഒരു ഗൈഡായിട്ട്, ഒരു ഫ്രണ്ടായിട്ടൊക്കെ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ അവിടെ യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിലെ പോലെ സാറ് വിളിയൊന്നുമില്ലല്ലോ. മിസ്റ്റർ സാബു തോമസ് എന്നായിരിക്കും സാറിനെ വിളിക്കുക അവിടെ ചെല്ലുമ്പോൾ. അതെ, വൈസ് ചാൻസലറെ കുട്ടികൾ വിളിക്കുക മിസ്റ്റർ സാബു തോമസ് എന്നായിരിക്കും അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഈക്വാലിറ്റിയുടെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ആ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന അവർ ജീവിക്കുന്ന സമൂഹത്തിലും ഈ പേര് വിളിക്കുമ്പോഴും ഈ ഈക്വാലിറ്റി ഉള്ളപ്പോഴും ഞാൻ എവിടെ നിൽക്കണം, എന്താണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ബോധം വരുന്ന രീതിയിലാണ് വളർത്തുന്നത്. അതുകൊണ്ടാണ് അവൻ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ നിയമം തെറ്റിക്കാത്തത്. നിയമം തെറ്റിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അവർക്കറിയാം. ഈ അടുത്ത കാലത്ത് ഈ പാലസ്തീൻ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ, അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ സമര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നു. അവിടെ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കി, ഇമ്മീഡിയറ്റ് ആയിട്ട് അതെല്ലാം ഡിസ്പേഴ്സ് ചെയ്യാൻ പറഞ്ഞു. അത് പൊളിറ്റിക്സ് അതിനകത്ത് കാണും. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കണമെന്ന് അത് ആ സമൂഹത്തിൽ നിയമവ്യവസ്ഥ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. സമൂഹത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവിടെ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ആ നിയമത്തിനുള്ളിലാണ് ഈ കുടുംബവും വിദ്യാലയവും എല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഈ നിയമത്തെ പഴിചാരി കുറച്ച് ലിബറൽ ആവാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. സോഷ്യൽ ഓഡിറ്റിങ് ഏതാൾക്കും നടത്താവുന്നൊരു സാഹചര്യം എവിടെയുള്ളത് അല്ലേ? ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി, അവനിലെ ഒരു ചെറിയ ദുർവാസനയെ ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ച് കാർക്കശ്യത്തോടെ പെരുമാറിയാൽ പോലും പുറത്തെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഈ അധ്യാപകനെ ആ ഒരൊറ്റ ഇൻസിഡൻറ്റോടുകൂടി ഈ നാട്ടിലെ ഏറ്റവും വില്ലനായിട്ട് പ്രഖ്യാപിക്കുകയും ഈ നാട്ടിലെ ഏറ്റവും കൊള്ളരുതാത്തവനായിട്ട് സമൂഹത്തിന് മുമ്പ് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുക. അത് മാറണം. കാരണം ഈ മാധ്യമപ്രവർത്തകനും പഠിച്ച കാലത്തുള്ളിൽ അമക്കി വെച്ചിരുന്ന അമർഷമൊക്കെയാണ് ഇപ്പോൾ പുറത്തെടുത്തത്. അല്ലാതെ അദ്ദേഹത്തെ ആരും വഴക്കുണ്ടാക്കിയിട്ടല്ല.
ഏതോ ഒരു അധ്യാപകൻ അദ്ദേഹത്തെ ഒരു കാലത്ത് ശിക്ഷിച്ചതിൻ്റെ അമർഷം ഇതിലൂടെ തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി സമൂഹം ബാലൻസ്ഡ് ആവുമ്പോൾ, നിയമവ്യവസ്ഥയെയും സംവിധാനത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് വരുമ്പോൾ അധ്യാപകർക്കും കുടുംബങ്ങൾക്കും കുറേ കൂടെ ഫ്രീഡം, ലിബർട്ടിയും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെ ഇവരെ എല്ലാം നയിക്കുന്നത് സമൂഹത്തിൻ്റെ നിയമങ്ങളും ആ ചിട്ടകളും ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അടുത്ത ചോദ്യം ഏറ്റവും ബാക്കിൽ. നമസ്കാരം, എൻ്റെ പേര് വർഗീസ് സെബാസ്റ്റ്യൻ. എൻ്റെ ചോദ്യം സാബു തോമസ് സാറിനോടാണ്. സാർ, ChatGPT പോലുള്ള AI ടൂളുകൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവയൊക്കെ എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്? കുട്ടികളുടെ ചിന്താശേഷിയെ നല്ല രീതിയിലാണോ പ്രോത്സാഹിപ്പിക്കുന്നത്, അതോ മോശമായിട്ടാണോ? എൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, നമ്മളെല്ലാ മേഖലയിലും ടെക്നോളജി എവിടെയെല്ലാം ഉപയോഗിക്കാം അവിടെയെല്ലാം നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിക്കണം. ഞാൻ കുട്ടികളോട് പറയും, ടെക്നോളജി ഫോർ ലേണിംഗ് പ്രോസസ്സ്, ടെക്നോളജി ഫോർ ടീച്ചിങ് പ്രോസസ്സ്, ടെക്നോളജി ഫോർ ഇവാലുവേഷൻ. എവിടെയെല്ലാം നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാവോ അവിടെയെല്ലാം ടെക്നോളജി ഉപയോഗിക്കണം. നമുക്ക് ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം പറഞ്ഞ കാര്യം, എൻ്റെ കുട്ടികളൊക്കെ, എൻ്റെ സ്റ്റുഡൻസൊക്കെ ഇപ്പം ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യണം. അവരൊരു ലെറ്റർ എടുത്തിട്ട് ദേ ഗിവ് എ കണ്ടൻറ്റ്, എന്നിട്ട് ChatGPT കൊടുക്കും. ദേ ഗെറ്റ് എ ബ്യൂട്ടിഫുള്ളി ഫ്രെയിം ലെറ്റർ. അപ്പം നമുക്ക്, എൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ടെക്നോളജിക്ക് ധാരാളം വിപത്തുകളുണ്ട്. നമ്മൾ ഈ ടെക്നോളജിയൊക്കെ കൺസ്ട്രക്റ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. എല്ലാത്തിനും ഉണ്ട് ദ പ്ലസ് ആൻഡ് മൈനസ് പാർട്ട്. അപ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നോളജി എല്ലാം ഉപയോഗിക്കണം. പക്ഷേ അതെല്ലാം നല്ല മേഖലയിലേക്ക് ഉപയോഗിക്കണം. നമുക്കറിയാം, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നോവൽ എഴുതിയവരുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. അതൊന്നും ആകരുത്. നമ്മൾ അതിലൊക്കെ നമുക്ക് ദ സോ കോൾ എത്തിക്സ്, അതാണ് സയൻസിൻ്റെ ഒരു വലിയ ഒരു കമ്പോണാണ് എത്തിക്സ്. ഞങ്ങൾ PhD വരുന്ന പിള്ളേരെയും മാസ്റ്റേഴ്സ് ചെയ്യുന്ന പിള്ളേരെയൊക്കെ എത്തിക്സ് പഠിപ്പിക്കും. എത്തിക്സ് ഓഫ് സയൻസ്, എത്തിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളെ റിസർച്ചിനും നമ്മളെ പഠനത്തിനും ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ഉപയോഗിക്കുക. കാര്യം ഇതിനെയൊന്നും കംപ്ലീറ്റുമായിട്ട് നമ്മൾ ചൂഷണം ചെയ്യരുത്. ഞാൻ ഈയിടെ പത്രത്തിൽ വായിച്ചു, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നോവൽ എഴുതിയ ആളെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് സമ്മാനം കിട്ടി. റിസർച്ച് ആർട്ടിക്കിൾ എഴുതുന്ന ആളുകളുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ അങ്ങനെയുള്ള മേഖലകളിലേക്കൊന്നും നിങ്ങൾ കടക്കരുത്. അവിടെയൊക്കെ എത്തിക്സിനൊരു വലിയൊരു കമ്പോണൻ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു റിസർച്ച് ജേർണലിൻ്റെ എഡിറ്ററാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സയൻറ്റിസ്റ്റ് ഒരു റിസർച്ച് ആർട്ടിക്കിൾ എഴുതി. ഈ റിസർച്ച് ആർട്ടിക്കിൾ കിട്ടുമ്പോഴേ ഞാൻ റിവ്യൂവിന് അയച്ച എക്സ്പേർട്ട് ഇമ്മീഡിയറ്റ്ലി കണ്ടുപിടിച്ചു ഇതൊരു ഫാബ്രിക്കേറ്റഡ് തിങ്ങാണ്. ആ പേപ്പർ കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്ത ആൾക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ബോഡിയെ നമ്മൾ അറിയിച്ചു. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഉപാധികളൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ഉപയോഗിക്കാവൂ. എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് സയൻസ്, എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജി ഹാസ് ടു ബി പ്രിസർവ്ഡ്. ഇതാണ് എൻ്റെ ആൻസർ. ഇതിനെ ഒന്നും മാറ്റി നിർത്തരുത്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. വി ഷുഡ് മേക്ക് യൂസ് ഓഫ് ഓൾ ദി സോഫ്റ്റ്വെയർസ്. താങ്ക് യു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ വർഗീസ് പി പുന്നു സാറിനോട് ചോദ്യം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ വന്നതിന് ശേഷം കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ അനലിറ്റിക്കൽ സ്കിൽസ് ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെ ചെയ്യപ്പെടുമോ? നമ്മൾ അതേപ്പറ്റി ഒരു പറയാറായിട്ടില്ല, കാരണം അത് വന്നു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഈ വിദ്യാഭ്യാസം വന്നതിന് ശേഷം ഈ കുട്ടികളുടെ ഇൻ്റലിജൻസ് എങ്ങനെ ഓരോ ജനറേഷനിലും മാറുന്നു എന്നുള്ളതിനെപ്പറ്റി ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വളരെ ആധികാരികമായി അംഗീകരിക്കപ്പെട്ട ഒരു നിയമമാണ് ഫ്ലിൻ എഫക്റ്റ് എന്ന് പറയും. FLYNN, ഫ്ലിൻ എഫക്റ്റ്. അതായത് ഓരോ ജനറേഷൻ വിദ്യാർത്ഥികൾക്കും ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേന് അവരുടെ IQ ഒരു 5 to 10 യൂണിറ്റ്സ് വീതം ഓരോ ജനറേഷനിലും കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം അത് അടുത്ത കാലത്തായിട്ട് നടത്തിയ ചില പഠനങ്ങളിൽ കാണുന്നത് അതൊരു പ്ലേറ്റോ ചെയ്തു എന്ന്, അത് ലെവൽ ഓഫ് ചെയ്തു എന്ന്. കാരണം നമ്മൾ ഈ ബേസിക് കമ്പ്യൂട്ടറേഷണൽ സ്കിൽസ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗോവണി വെച്ചും കയറാം, സ്റ്റെപ്പ് കയറിയും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറാം,
ലിഫ്റ്റിൽ കയറാം എന്നൊക്കെ പറയുന്ന പോലെ പല മാർഗ്ഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ബേസിക് സ്കിൽസ്, ഇപ്പം മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ സ്കിൽസ്, നമ്പർ സ്കിൽസ് എന്ന് പറയുന്നതിലാണ് ദി എൻ്റയർ മാത്തമാറ്റിക്സ് അതവിടെ ഇരിക്കുന്നത്. ടെക്നോളജി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്കുള്ള ഒരു നമ്മളുടെ തലച്ചോറിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ പ്ലാറ്റ്ഫോം ദുർബലമായിരിക്കും. ഇപ്പം നമ്മൾ ഏത് ടെക്നോളജി ഉപയോഗിക്കുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അത് ഇഷ്ടപ്പെട്ട തന്നെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു. നമ്മളുടെ പാഷനുള്ള സബ്ജക്റ്റിൻ്റെ ബേസിക്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജികളുമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സാബു സാറ് പറഞ്ഞ പോലെ ഉപയോഗിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ജനറേഷനിൽ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാതെ വരുമ്പോൾ ഒരു ഫർദർ അഡ്വാൻസ്മെൻറ്റ് പറ്റാത്ത ഒരു നിലയിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരല്പം കൺസേൺ ഉള്ള ഒരു ചോദ്യമാണ് ഡോക്ടർ ബിജു ചോദിച്ചത്. നോബഡി ഹാസ് എ ക്ലിയർ ആൻസർ ഫോർ ദാറ്റ്. എൻ്റെ ചോദ്യം സന്തോഷ് സാറിനോടാണ്. ഒരു സഞ്ചാരി എന്ന നിലയിലുള്ള സന്തോഷ് സാറിൻ്റെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഭാരതം 10 വർഷമായി വളരെയധികം മുന്നോട്ട് സഞ്ചരിക്കുന്നു, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വളർച്ചയുണ്ട്, യാത്രാ മാധ്യമങ്ങളുടെ വളർച്ചയുണ്ട്, എല്ലാ രീതിയിലും ഭാരതം ഒത്തിരി മുമ്പോട്ട് നീങ്ങുന്നു എന്ന് കാണുന്നു. ചിലർ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, ചിലർ അതിനെ ഒപ്പോസ് ചെയ്ത് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ കാണുന്നു. അപ്പോൾ സാറൊരു സഞ്ചാരിയാണ്, അപ്പം ഭാരതം ഒട്ടാകെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഭാരതത്തിൻ്റെ വളർച്ച എങ്ങനെയുണ്ടെന്നൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ഭാരതം ലോകത്തിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അത് 10 വർഷമായിട്ട് മാത്രം വളരുന്നതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ ആണവ ശക്തിയായി മാറിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യവും കേരളം പോലുള്ള സംസ്ഥാനങ്ങളും ഒക്കെ അതിൻ്റെ അടിസ്ഥാനമിട്ട കാലഘട്ടം ഏതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഒരു തുടർച്ചയാണ്. അതിന് ചില ഭരണാധികാരികൾ വരുമ്പോൾ അതിന് കൃത്യമായ കുറച്ചുകൂടെ ദിശാബോധം കൊടുക്കും, കുറച്ചുകൂടെ പവർഫുൾ ആവും. ചില വകുപ്പുകൾക്ക് അല്ലെ ചില പ്രത്യേക ഉദാഹരണം പറഞ്ഞാൽ ഗതാഗതം, ഉപരിതല ഗതാഗതം നോക്കുക. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 10 വർഷമായിരിക്കാം അതിന് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നല്ല ഹൈവേകൾ വളർന്നു വരുന്നു, നല്ല പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ കോറിഡോറുകൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നു. എന്നാൽ മറ്റു ചില മേഖലകളിൽ അതിനു മുമ്പത്തെ 10 വർഷമായിരുന്നിരിക്കാൻ നന്നായിട്ട് വളർന്നത്. ഇപ്പോൾ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഒരു കാലത്താണ് ഞാനും ഒക്കെ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ വാതിൽ തുറന്നത്. അതിനു മുമ്പ് ഒരു ടെലിഫോൺ കണക്ഷനൊക്കെ കിട്ടണമെങ്കിൽ എത്ര MP-മാരുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ കത്തും കൊണ്ട് നടന്ന് വർഷങ്ങൾ കാത്തിരിക്കണം. അക്കാലത്ത് 2-3 വാഹനങ്ങളെ ഇന്ത്യക്കാർക്ക് അവൈലബിൾ ആവുള്ളൂ. കാറ് സെക്ഷനിൽ ഒരു അംബാസഡർ കിട്ടും, മഹീന്ദ്രയുടെ ഒരു ജീപ്പ് കിട്ടും, ഫിയറ്റ് കിട്ടും. ഈ അംബാസഡറിൻ്റെ കാറ് നമ്മൾ ബുക്ക് ചെയ്ത് ഉടനെ പുതിയത് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു MP-യുടെ റെക്കമെൻഡേഷൻ വേണം. ഇതൊക്കെ നടന്നിരുന്നൊരു കാലമാണ്. ഞാൻ നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സംഭവിച്ചിരുന്ന ഒരു കാലമാണ് കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം ഇതിനെല്ലാം നവീകരിച്ചപ്പോൾ ഒത്തിരി പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉണ്ടായി. ആ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എത്രയോ സമരങ്ങളുണ്ടായി. ഗ്ലോബലൈസേഷൻ നമുക്ക് ഗുണകരമാവുമോ ദോഷമാവുമോ എന്നൊക്കെ ചിന്തിച്ചു. ഗ്ലോബലൈസേഷൻ ഒത്തിരി മേഖലകളിൽ, സാങ്കേതിക വിദ്യയുടെ, ടെക്നോളജിയുടെ പല മേഖലകളിലും നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നു. എന്നാൽ അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ തകർച്ച ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ന് കാർഷിക മേഖലയിൽപ്പെട്ട ഒരു പ്രദേശത്താണ് നമ്മൾ. ഈ പ്രദേശത്തുള്ള കർഷകരുടെ മക്കളെല്ലാം ഈ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിപ്പോയി, അവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതായി. എന്നാൽ കാർഷിക മേഖല തകർന്നതിനൊപ്പം വ്യാവസായിക മേഖലയിൽ നമ്മൾ വേണ്ട രീതിയിൽ പ്രോത്സാഹനം കൊടുത്തില്ല. കർഷകരും തൊഴിലാളികളും മഹത്തായ കാര്യം ചെയ്യുമ്പോൾ സംരംഭകർ നാടിൻ്റെ ചൂഷകരാണ് എന്ന് ദീർഘകാലം നമ്മൾ വിശ്വസിച്ചു പോയി. അത് വലിയ അപകടം ചെയ്തു. അതുകൊണ്ട് എന്താണ്, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി പുറത്തിറങ്ങിയാൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള, നല്ല പ്ലേസ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള വലിയ സ്ഥാപനങ്ങൾ ഇല്ലാതായിപ്പോയി. അത് സംരംഭകരായി മാറുന്നതിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയെ പോലും അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു സംരംഭകനായാൽ കേരളത്തിൽ അത് വിജയിക്കുമെന്നുള്ള ആശങ്കയുള്ളവരാണ് ഇന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പോലും. അപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ നേട്ടം ആണ് ഇന്ത്യയുടെ വളർച്ച എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില മേഖലകൾക്ക് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ പ്രത്യേക ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അത് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണ്. ഇന്ന് ലോകത്തിറങ്ങുന്ന ChatGPT-യെക്കുറിച്ച്, ഏറ്റവും പുതിയ ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിന്ന് ഇവിടെ ലോകത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ടെക്നോളജി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമായതുകൊണ്ടാണ്. അമേരിക്കയിൽ ആപ്പിൾ ഐഫോണിൻ്റെ 16ാം വേർഷൻ ഇറക്കിയാൽ
അത് അടുത്ത ദിവസം ഇന്ത്യക്കാരുടെ കിട്ടുന്ന ടെക്നോളജി ഇവിടെ വന്നു, അതിനുള്ള സംവിധാനം വന്നു. അത് ഭരണത്തിൻ്റെ തീരുമാനങ്ങളാണ്. ഞാൻ അടുത്തതായിട്ട് അടുത്ത ദിവസങ്ങളിൽ പോകുന്ന ഒരു രാജ്യമുണ്ട് സഞ്ചാരത്തിന് വേണ്ടി. ആ രാജ്യത്തേക്ക് ഞാൻ ഇന്ന് രാത്രി പോകേണ്ടിയിരുന്നതാണ്. ഞാനൊരു 3 ദിവസം കൂടെ മാറ്റി വെച്ചു. കാരണം എന്താ അറിയാമോ? അവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇത്തരം ഡിജിറ്റൽ ട്രാൻസാക്ഷനോ ഒന്നും സാധിക്കാത്തൊരു രാജ്യമാണ്. ഞാൻ ഇതൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് എല്ലാം ബുക്ക് ചെയ്തത്. പക്ഷേ അവിടെ ചെന്ന് കാശുമായിട്ട് പോയി മാത്രം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയും രാജ്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇന്ന് ഗൂഗിൾ പേയുടെ സാധ്യത എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എത്ര നൂറ്റാണ്ട് മുമ്പാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് ഞങ്ങളൊക്കെ. 90s വരെ, അല്ലേ, 90s ഒരു മധ്യകാലം വരെ. ഇന്ന് നിങ്ങൾക്ക് ലോകത്തിനൊപ്പം സഞ്ചരിക്കാനും പഠിക്കാനും അറിയാനും ജീവിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭരണാധികാരികളെല്ലാം ചേർന്ന് വരുത്തിയ മാറ്റങ്ങളാണെന്ന് ഞാൻ പറയൂ. എൻ്റെ പേര് ഷാനോ പി രാജ് എന്നാണ്. ഞാനിവിടെ ടൂൾ ആൻഡ് ഡൈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ചോദ്യം വർഗീസ് സാറിനോടാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ അഡ്വൈസർ എന്ന നിലയിലൊക്കെ ഞങ്ങൾ പലപ്പോഴും ഉത്തരം പറയേണ്ടതും അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ചലഞ്ചസ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പ്രത്യേകിച്ച് പേരൻസുമായിട്ടുള്ള പേരൻസ് മീറ്റിങ്ങിലൊക്കെ വരുമ്പം അവരുമായിട്ടുള്ള സംസാരത്തിലൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നതും ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് നമുക്കറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും പറയാൻ പറ്റില്ലെങ്കിൽ പോലും പോസ്റ്റ് കോവിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോവിഡിന് മുമ്പുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും കോവിഡിന് ശേഷമുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവും. അപ്പോൾ അതിൽ കുട്ടികൾ ഓൺലൈനായിട്ടുള്ള പഠനത്തിലൊക്കെ ഫോണിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിൽ ചെന്നാൽ പോലും ഫോണിൻ്റെ ഒരു ഉപയോഗം അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷന് പറ്റാവുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നത് പേരൻസിൻ്റെ ഭാഗത്തുനിന്നൊരു അഭിപ്രായം ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി, ഒരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഉപയോഗം ഒരു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അത് അവരുടെ വിദ്യാഭ്യാസ തരത്തിൽ അവരുടെ ആ ഒരു സിസ്റ്റത്തിൽ പോലും പോസ്റ്റ് കോവിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് മറ്റൊരു രീതിയിലേക്ക് പിള്ളേരുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും, കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശം. താങ്ക് യു. വളരെ ഒരു പ്രാക്ടിക്കൽ, ഈവൻ ഞങ്ങളുടെ ക്ലിനിക്കൽ ജോലിയിൽ പോലും ഈ ഒരു പ്രശ്നം, ഒരു ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് സൈക്യാട്രി എന്ന് പറയുന്ന ഒരു വിഭാഗം മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു അഡോളസൻറ്റ് അല്ലെ ഈവൻ മുതിർന്നവരുടെ പ്രശ്നത്തിൽ പോലും ഈ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ ഗൗരവമായിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു കാരണവും പറഞ്ഞു. ആ കോവിഡ് കാലഘട്ടത്തിൽ 2 വർഷത്തോളം നമ്മളുടെ വിദ്യാഭ്യാസം ഓൺലൈനായി. അതിനായി മൊബൈൽ ഫോണോ അല്ലെ അതുപോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു എക്സ്പോഷർ വന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല കാര്യത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ്, ഇൻഫർമേഷന് വേണ്ടിയുള്ള ഒരു പർപ്പസ്. അപ്പം അതിൽ തന്നെ ആ ഫോണുകളോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒരു പഠനത്തിന് വേണ്ടി മാത്രം അല്ല, അതിനകത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ കമ്പോണൻ്റ് ഉണ്ട്. ആ എൻ്റർടൈൻമെൻറ്റ് കമ്പോണൻസ് പാട്ട് അല്ലെ അതുപോലുള്ള ആശാസ്യകരമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പോണൻറ്റിന് അപ്പുറത്തേക്കുള്ളൊരു ഡേഞ്ചറസ് സോണുണ്ട്. അവിടെയാണ് ഈ ഗെയിമിംഗ് പോലുള്ള ഇൻ്റർനെറ്റ് ഗെയിംസ് അതുപോലുള്ള കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമൈൻ സർജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന സാധനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ തലച്ചോറ് സ്വാഭാവികമായിട്ടും അതിന് ഏറ്റവും കൂടുതൽ പ്ലഷർ, ദ ബ്രെയിൻ വർക്ക്സ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ, ആഹ്ലാദം, പെട്ടെന്നുള്ള ആഹ്ലാദം കിട്ടുന്ന സ്റ്റിമുലേഷൻസിലേക്ക് തലച്ചോറ് തിരിഞ്ഞു പോകും. അപ്പോൾ അവിടെ ഒരു ഓൺലൈൻ ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഒരു ഗൗരവമായിട്ടുള്ളൊരു ടീച്ചിങ് ഷെഡ്യൂളാണ് അവിടെ നടക്കുന്ന, ഒരു ചോയ്സ് ഉണ്ട്. അതിനിപ്പുറം ഒരു മ്യൂസിക് പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതിനിപ്പുറം വളരെ എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ഗെയിമിംഗ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെവലപ്പിംഗ് ബ്രെയിൻ 14 വയസ്സിലോ 15 വയസ്സിലോ 16 വയസ്സിലോ ആ തലച്ചോറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആസക്തി ആ ഗെയിമിംഗ് സോണിലേക്കും എൻ്റർടൈൻമെൻറ്റ് സോണിലേക്കുമാണ് പോവുക. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അത് നമ്മുടെ വന്ന ഒരു വലിയൊരു നാച്ചുറൽ ചേഞ്ചാണ്. അത് നമുക്ക് വി ആർ ഓൾ എക്സ്പോസ്ഡ് ടു ദാറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം. അതിനുള്ള ഒരു ബാഹ്യമായിട്ടുള്ള നിയന്ത്രണം എന്തുമാത്രം ഗവൺമെൻറ്റിനോ മാതാപിതാക്കൾക്കോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഇതിനകത്തൊരു എക്സ്റ്റേണൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വളരെ പരിമിതികളുണ്ട്. ഇനി കുട്ടികളിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ വരേണ്ടത് കൂടുതലും
നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു നിയന്ത്രണം അവരുടേത്. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരല്ലേ എന്ന് നേരത്തെ സന്തോഷ് സാർ ആവർത്തിച്ച് ചോദിച്ചു. ഞാനും 18 വയസ്സിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു. 18 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ തലച്ചോറ് പലപ്പോഴും ഇങ്ങനെയുള്ള പെട്ടെന്ന് ആഹ്ലാദം കിട്ടുന്ന ആസക്തികൾ കൊണ്ട് നമ്മുടെ തലച്ചോറ് നമ്മളറിയാതെ തന്നെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. ഹൈജാക്ക് എന്നുള്ള വാക്കറിയാമല്ലോ. ഭീകരന്മാർ വന്ന് ഡൽഹിയിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് കറാച്ചിയിൽ ഇറക്കുന്നത് അത് ഹൈജാക്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ബ്രെയിൻ ഗെറ്റ്സ് ഹൈജാക്ഡ് ബൈ എനിത്തിങ് വിച്ച് ഗീവ്സ് ഇമ്മീഡിയറ്റ് പ്ലഷർ. അത് ലഹരി വസ്തുക്കളാവാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഗെയിംസ് ആവാം. ആ ഹൈജാക്ഡ് ആണ് എൻ്റെ ബ്രെയിൻ ടു സം എക്സ്റ്റെൻറ്റ്. മൈ ബ്രെയിൻ ഈസ് ഹൈജാക്ഡ് ബൈ ദീസ് കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഓർ ഇമ്മീഡിയറ്റ് പ്ലഷർ ഗിവിങ് ആറ്റിറ്റ്യൂഡ്സ് എന്നുള്ളത് ആ വ്യക്തി തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ഒരു തിരിച്ചുവരവ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിടത്തുനിന്ന് സൂചിപ്പിക്കുകയാണ്, ദിസ് ഈസ് മൈ ലൈഫ് ആൻഡ് ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു നിലപാട് ഈ 18 വയസ്സുകാരനോ 19 വയസ്സുകാരിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പേരൻസ് ആർ ഹെൽപ്ലെസ്. ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത്, യുവർ ടീച്ചേഴ്സ് ആർ ഹെൽപ്ലെസ്. അവർക്കൊക്കെ കൊണ്ടുവരാവുന്ന നിയന്ത്രണങ്ങൾ വളരെ വ്യത്യാസമാണ്. ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് നമ്മളിവിടെ കൊണ്ടുവരണം, ഒരു പെരുമാറ്റച്ചട്ടം നമ്മൾ കൊണ്ടുവരണം. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ബുള്ളറ്റ് പോയിൻറ്റ്സ് മാത്രം പറയാം. എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അല്ലെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നത്, ദാറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു, ഇത് ഞാൻ പറയുന്ന റൂളല്ല, അതേപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ള ആൾക്കാർ പറയുന്നത് നോട്ട് മോർ ദാൻ 1 to 1.5 hours പെർ ഡേ. ഒരു ദിവസം 60 മിനിറ്റ് മുതൽ 90 മിനിറ്റിനപ്പുറം ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ദ ബ്രെയിൻ ക്യാൻ ഗെറ്റ് ഹുക്ക്ഡ് ഓൺ ടു ദാറ്റ്. ഒരു അഡിക്ഷൻ അവിടെ സംഭവിക്കുന്നു. അത് എപ്പോഴേലും അല്ല, ദാറ്റ് ഷുഡ് ബി ഷെഡ്യൂൾഡ്. അതൊരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഈ 60 മിനിറ്റെന്നോ 90 മിനിറ്റെന്നോ പറയുന്നത് പ്രിഫറബിളി ഇൻ 2 or 3 സെഗ്മെൻറ്റ്സ്. ആൻഡ് റൂൾ നമ്പർ 3, നെവർ ആഫ്റ്റർ നമ്മുടെ തലച്ചോറിൽ സ്വാഭാവികമായിട്ട് ഉറങ്ങാനായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്ന സൂര്യാസ്തമയത്തിന് ശേഷം ഒരു 3 മണിക്കൂർ. സന്തോഷ് സാറിനെ നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ വെളുപ്പിനെ 2 മണിക്ക് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നുള്ളത് നിങ്ങൾ മോഡൽ ചെയ്യരുത്. അതിനുള്ള സമയം നിങ്ങൾക്ക് വരും വെൻ യു ബിക്കം ഓൾഡർ പീപ്പിൾ. നമ്മുടെ ബ്രെയിൻ ഒന്ന് സെറ്റാവട്ടെ, അതിന് ശേഷം അവരെയൊക്കെ നമുക്ക്, സാബു സാറ് രാത്രിയിലും വെളുപ്പം കാലത്തും ഒക്കെ ലാബിലുണ്ടെന്ന് അവിടുത്തെ സ്റ്റുഡൻസ് പറയാം. അതിനൊക്കെ ഉള്ളൊരു സമയം വരും. നൗ ദിസ് ഈസ് ദ ടൈം. ഈ ചോദ്യത്തോട് പറയുന്നത് നെവർ ആഫ്റ്റർ ഒരു 9 മണിക്ക് ശേഷം ഇത് ഉപയോഗിക്കത്തില്ല, അല്ലെ രാവിലെ 6 മണിക്ക് മുമ്പ് ഇത് ഉപയോഗിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കണം. സ്വിച്ച് ഓഫ് യുവർ. എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ നിങ്ങൾക്കാർക്കും ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോളൊന്നും വരത്തില്ല. സോ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ. അങ്ങനെയുള്ള ചില പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇതിനോട് നമുക്ക് പറ്റുന്നില്ല, നമുക്കതിനോട് ഹുക്ഡാണ്, നമുക്കതിൽ നിന്നും ആ പെരുമാറ്റച്ചട്ടം പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തേ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ആൻ അഡിക്റ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. പിന്നെ വീട്ടിലെ ചെറിയ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ ഈ പ്രിവെൻറ്റീവ് കാര്യം അവിടെ ചെയ്യാൻ പറ്റും. അത് വീടുകളിൽ തന്നെ ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. നമ്മുടെ ഈ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് ഗെയിമിംഗ് കാര്യങ്ങൾക്ക് നല്ല റെസ്ട്രിക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലച്ചോറ് അതിൽ കുടുങ്ങാതിരിക്കുകയുള്ളൂ. ഈ ചോദ്യത്തിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതിനുമുമ്പ് സന്തോഷ് സാറിന് എത്രയും വേഗം ഇവിടുന്ന് യാത്ര, ഒരു നല്ല കയ്യടിയോടുകൂടി സന്തോഷ് സാറിനെ നമുക്ക് യാത്ര അയക്കാം. ചെറുപ്പക്കാരിനേക്കാൾ കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രായമുള്ളവരാണിപ്പം. മാതാപിതാക്കൾ മൊബൈൽ അഡിക്ട്സ് ആയതുകൊണ്ട് പല കുട്ടികളും ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശമോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഒന്ന് ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി കൂടി സാർ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. നിങ്ങളുടെയൊക്കെ ഒരു അറ്റൻഷൻ സ്പാൻ ഏകദേശം അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായതുകൊണ്ട് അതിൽ മാത്രം വേഗം 1-2 കാര്യങ്ങൾ പറയാം. പേരൻസും കൂടെ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഇത് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ഡിസോർഡറാണ്. അതിന് പ്രായം ഒന്നുമില്ല. എനിബഡി ക്യാൻ ഗെറ്റ് അഡിക്റ്റഡ്. നമ്മൾ ചെറിയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. 1 വയസ്സ് പ്രായമുള്ള കുട്ടിയൊക്കെ ദേ ത്രോ എ ടാൻഡ്രം അവൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചെടുക്കുന്ന സമയത്തേക്ക്. അത് അഡിക്ഷനാണ്, ഒരു വിഡ്രോവൽ റിയാക്ഷനാണ് ആങ്കറൊക്കെ വരുന്നത്. ഏത് പ്രായത്തിലും ഈ അഡിക്ഷൻ ഉണ്ടാവാം. നമ്മുടെ ഏജോ നമ്മളുടെ മറ്റ് ബുദ്ധിപരമായ നേട്ടങ്ങളോ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ഈ അഡിക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ആൽക്കഹോളിനോടോ കനാബിസിനോടോ ഒക്കെ അഡിക്ഷൻ വരുന്ന പോലെ എനി ഏജ് ഇറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷേ രണ്ടാമത്തെ പോയിൻ്റ്, അതിലേറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് വെൻ ദി എക്സ്പോഷർ ടു അഡിക്റ്റീവ് സ്റ്റിമുലൈ, അത് കെമിക്കൽ സ്റ്റിമുലസ് ആവട്ടെ, ഈ
ഇൻ്റർനെറ്റ് പോലുള്ള ഗെയിമിംഗ് സ്റ്റിമുലസ് ആവട്ടെ, അത് വെൻ ഇറ്റ് ഹാപ്പൻസ് ഏർലി ഇൻ ലൈഫ്, ഒരു ഡെവലപ്പിംഗ് ബ്രെയിനിൽ വരുന്ന ഡാമേജ് ദാറ്റ് ഈസ് മോർ പെർമനൻറ്റ്, മോർ ഇറിവേഴ്സിബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാനിത് എടുത്ത് പറയുന്നത്. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. ഒരു 6 വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും നമ്മൾ ഒരു കളിപ്പാട്ടമായിട്ട് മൊബൈൽ ഫോൺസോ അല്ലെ ഇൻ്റർനെറ്റ് ഗെയിംസോ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. പിന്നെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു, മുതിർന്നവരിവിടെ അധികം ഇല്ല എങ്കിൽ പോലും ഈ ഒരു വീടുകളിൽ ഒരു ഫേം ആൻഡ് കൺസിസ്റ്റൻറ്റ് ആയിട്ടുള്ള ചില നിയമങ്ങൾ വേണം. അല്ല പിന്നെ ഫാമിലി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യവും സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു വീട്ടിൽ ഇന്ന സമയത്ത് ഉണരണം, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇന്ന സമയത്ത് പ്രയേഴ്സ് ചൊല്ലണം, ഇന്ന സമയത്ത് ഉറങ്ങണം എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾക്കകത്തൊക്കെ ചില അടിസ്ഥാന റൂൾസ് അത് ഏത് സ്ഥാപനത്തിലും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് തോന്നുമ്പോൾ വരികയും പോകാൻ പറ്റത്തില്ല. വണ്ടി നമ്മുടെയാണെന്ന് പറഞ്ഞ് റോഡിലിറങ്ങി നമുക്ക് തോന്നുന്ന പോലെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ട്രാഫിക് റൂൾസ് ഒബേ ചെയ്താലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിയമങ്ങൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള, ഇപ്പം ഞങ്ങളുടെ കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗം കൂടുതലാണെന്ന് വരുന്ന പേരൻസിന് ഞങ്ങൾ സെപ്പറേറ്റ് സെഷൻ കൊടുക്കും. ആ പേരൻ്റൽ അതോറിറ്റി ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ഇഫ് ദേ ഫോളോ ദ റൂൾസ്. അവിടെ റോൾ മോഡൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു നിയമം നമ്മൾ നടപ്പിലാക്കാനായിട്ടോ അങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് അവിടെ ഉരുത്തിരിഞ്ഞ് വരാനായിട്ടോ സാധിക്കത്തില്ല. അതുകൊണ്ട് അതൊരു വിശാലമായ ടോപ്പിക്കാണ്. എങ്കിലും ഇതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ചെറിയ പ്രതികരണങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു. നമുക്ക് മീറ്റിംഗ് വൈൻഡ് ഓഫ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ടൊരു റാപ്പിഡ് ഫയർ സെഷൻ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളൊരു കൈ വെക്കുക. അതിന് എത്രയും വേഗം ഉള്ള മറുപടികൾ നൽകുന്നതായിരിക്കും. ഒരു റാപ്പിഡ് ഫയർ സെഷൻ നമുക്ക് ഇതിനെ വിളിക്കാം. അടുത്ത ചോദ്യം. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ പുതുതായിട്ടൊരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങണം, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളതിനൊക്കെ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ടിപ്പ് തരാൻ സാധിക്കുമോ? സാബു സാറിനോടാണ് എൻ്റെ ചോദ്യം. അത് പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമ കോളേജിൽ വന്നിട്ട് നമ്മളൊരു കുട്ടികൾ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾ. എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മൾ ഇവിടുന്ന് ഈ കോളേജിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് നല്ല ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സ് ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ലിങ്കേജ് സൃഷ്ടിക്കാൻ പറ്റും. ഇത് രണ്ടും ഏറെക്കുറെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ പെർഫോം വെൽ ഇൻ ഇൻഡസ്ട്രി. ദാറ്റ്സ് വാട്ട് വി ഡു ഇൻ ദി യൂണിവേഴ്സിറ്റി. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് പഠിക്കുന്ന കുട്ടികളെയൊക്കെ, ഞങ്ങൾക്ക് മാസ്റ്റേഴ്സ് ലെവലേ ഉള്ളൂ, അവരെയൊക്കെ നമ്മളൊരു 2-3 മാസം ഇൻഡസ്ട്രിയിലേക്ക് വിടും. ദേ ഗെറ്റ് എ വെരി ഗുഡ് എക്സ്പോഷർ ഇൻ ഇൻഡസ്ട്രി. പിന്നെ ഓരോ മേഖലയിലും ഓരോ സബ്ജക്റ്റിലും നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെ നമ്മൾ വിളിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇൻഡസ്ട്രി എപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ മാർക്ക് വൈസിലല്ല ഇൻഡസ്ട്രി എപ്പോഴും എടുക്കുന്നത്. ഞങ്ങളെ കുട്ടികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴും ദേ ലുക്ക് അറ്റ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് എ കാൻഡിഡേറ്റ്. നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ മാർക്ക്, യുവർ ക്യാപ്പബിലിറ്റീസ്, യുവർ എബിലിറ്റി ടു സ്പീക്ക്, യുവർ എബിലിറ്റി ടു പ്രസൻറ്റ്. ഇതെല്ലാം നമ്മൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനകത്തൊക്കെ ഒരു എക്സ്പെർട്ടീസ് നേടണം. ഞാൻ പറയുന്നത് കോളേജിൻ്റെ എല്ലാ ഫങ്ഷനിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സ്പോർട്സിലും ഗെയിംസിലും പ്രസംഗ മത്സരത്തിനും ആർട്സിനും എല്ലാത്തിനും, ഇൻ അഡീഷൻ ടു യുവർ റുട്ടീൻ ആക്ടിവിറ്റീസ്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഓൾറൗണ്ട് പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ കോളേജിൽ നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ യു ഷുഡ് ബി എ ഹോളിസ്റ്റിക് പേഴ്സൺ. ഇങ്ങനെയുള്ള സ്കില്ലെല്ലാം നിങ്ങൾ നേടിയിരിക്കണം. ഇതാണ് എൻ്റെ അഡ്വൈസ്. രണ്ടുപേരോടും ഓരോ ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടിയുടെ വൈൻഡ് ഓഫ് ചെയ്യാം. ഡോക്ടർ വർഗീസ് പുന്നു സാറിനോടാണ് ചോദ്യം. ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, ആ ലഹരി ഉപയോഗം എങ്ങനെ ഇവരുടെ ഭാവിയെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന വിഷയത്തിലൊരു ധാരണ. വളരെ ചുരുക്കമായിട്ട് മറുപടി പറയാം. ഇത് റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞു. ഒന്ന്, യാതൊരു സംശയം വേണ്ട, ലഹരി ഉപയോഗിക്കുന്നത് നമ്മളുടെ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുക ഇത് കരളിന് ഹൃദയത്തിന് അതെല്ലാം ഉണ്ട്. പക്ഷേ ഫോർ യു ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് ടോക്സിക് ഇറിവേഴ്സിബിൾ ഡാമേജ് ടു യുവർ ബ്രെയിൻ. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് ശരിക്കും പ്രവർത്തിച്ചാലേ നടക്കുകയുള്ളൂ. സോ ടോക്സിക് ഇറിവേഴ്സിബിൾ ഡാമേജ് ടു ദ യങ് ബ്രെയിൻസ്.
നമ്പർ 1. 2, എത്രയും വേഗം അതിൽ നിന്ന് നമുക്ക് വിമുക്തരാകുന്നോ അത്രയും ആഘാതം അതിൽ കുറഞ്ഞിരിക്കും. 3, ഇനി അതിലേക്ക് നമുക്കൊരാസക്തിയുണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടും നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടും നമുക്കത് നടപ്പിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സീക്ക് ഹെൽപ്പ്. 2 രീതിയിലുള്ള ഹെൽപ്പുണ്ട്. ഒന്ന്, ചില പിയർ ഇൻഫ്ലുവൻസ്, ചില ആൾക്കാർ നമ്മളെ പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു വരണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫാമിലി ഓർ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. 2, നമ്മുടെ തന്നെ മനസ്സിൽ ഇത് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചാലും പിന്നെ ഇത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രവണത വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രൊഫഷണൽ ഹെൽപ്പ്. അത് മടിച്ചു നിൽക്കരുത്, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഈ 3 കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കമായിട്ട് അതിനുള്ള റെസ്പോൺസ്. സാബു സാറിനോടാണ് എൻ്റെ അടുത്ത ചോദ്യം. അത് ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. വിദ്യാഭ്യാസപരമായ ഒരു നല്ല മാർക്കൊക്കെ ലഭിച്ചാലും മറ്റ് സംസ്ഥാനങ്ങളിലെ വിദേശത്ത് പോയി കഴിയുമ്പോൾ ഭാഷ അവർക്കൊരു പ്രശ്നമാകുന്നു. ഇംഗ്ലീഷ് പ്രാവീണ്യം നേടിയെടുക്കുവാൻ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല. അതിന് എന്ത് മാറ്റം വരുത്താൻ സാധിക്കും? അതിനെ എങ്ങനെ ലഘൂകരിക്കാനായിട്ട് സാധിക്കും? ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. നമ്മുടെ കുട്ടികളിൽ ഇംഗ്ലീഷിലുള്ള പ്രൊഫിഷ്യൻസി നമ്മുടെ കുട്ടികൾക്ക് കുറവാണ്. നമ്മുടെ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്ത് പോകുമ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ നല്ലവണ്ണം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എഴുതാനും ഒക്കെയുള്ള കഴിവ് കുറവാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷോട്ട് സംസാരിക്കാത്ത ജർമ്മൻ സ്റ്റുഡൻസും ഫ്രഞ്ച് സ്റ്റുഡൻസും ഒക്കെ നല്ലവണ്ണം എഴുതും. അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം തെറ്റുമില്ല. അതുപോലെ തന്നെ അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് നല്ലവണ്ണം മനസ്സിലാകും. അപ്പോൾ അതിനുള്ളൊരു പോംവഴി എന്ന് പറയുന്നത്, നിങ്ങൾ മലയാളം നമുക്കറിയാം, നമുക്ക് നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുള്ള മൂവിയൊക്കെ കാണുക, ഇംഗ്ലീഷ് ന്യൂസൊക്കെ കേൾക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ BBC ന്യൂസൊക്കെ കേൾക്കണം, ഇംഗ്ലീഷുള്ള സ്പീച്ചുകളൊക്കെ നിങ്ങൾ കേൾക്കണം. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മൂവി വളരെ ബെനിഫിഷ്യലായിരിക്കും. വിദേശത്ത് പഠിക്കാനും വർക്ക് ചെയ്യാനും പോകുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം. അതുപോലെ ഇംഗ്ലീഷ് പ്രഭാഷണം കേൾക്കുക. നല്ല നല്ല പ്രൊഫസർമാരുടെയൊക്കെ നിങ്ങളുടെ മേഖലകളിലൊക്കെ, ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ലബോറട്ടറി എക്സസൈസും നല്ലവണ്ണം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പല പ്രൊഫസേഴ്സും. അങ്ങനെ ഇംഗ്ലീഷ് പ്രൊഫസേഴ്സിൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുക. ഇങ്ങനെ നമുക്ക് നല്ലവണ്ണം ഇംഗ്ലീഷ് ജ്ഞാനം നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എന്നും വായിക്കണം. ഞാൻ പറയുന്ന കുട്ടികളൊക്കെ എന്നും ഒരു മലയാളം പത്രവും ഒരു ഇംഗ്ലീഷ് പത്രവും വായിച്ചിരിക്കണം. ഈ രീതിയിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സ്കില്ല് നല്ലവണ്ണം അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരെ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കുക, നല്ലവണ്ണം പ്രൊനൗൺസ് ചെയ്യാൻ പഠിപ്പിക്കുക. ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു എക്സൽ. ദിസ് ഈസ് മൈ അഡ്വൈസ്. എല്ലാവരും അനുവാദത്തോടുകൂടി ഒരു ചോദ്യം കൂടെ വർഗീസ് പുന്നൂർ സാറിനോട് ചോദിക്കുകയാണ്. കാരണം അയച്ചു കിട്ടിയ ചോദ്യം ഉണ്ടോ? പ്ലീസ് സാറേ, ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു സജഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ സിലബസ് കുറച്ചുകൂടെ ഒന്ന് ലിബറലാക്കണം. ഈ ഒരു പഠിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ നിന്ന് കുറച്ചുകൂടെ ആളുകളെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എത്തിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറെ പറ്റി പഠിക്കുന്ന 8 മാർക്കേ കാണത്തുള്ള ആ ഒരു ക്വസ്റ്റ്യന്, പക്ഷേ 2 ദിവസം വൈ യു ആർ സ്പെൻഡിങ് too many time for that simple question for 8 marks. പറയുന്നത് അധ്യാപകരായ നിങ്ങളെല്ലാവരും എനിക്കൊരു അഡ്വൈസ് ഉള്ളതാണ്. പിള്ളേരെ എല്ലാം എന്ത് പഠിപ്പിച്ചാലും ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ആയിരിക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ മാത്തമാറ്റിക്സിലോ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ സിവിൽ എഞ്ചിനീയറിംഗിലോ കുട്ടികൾക്ക് ധാരാളം പ്രോബ്ലംസ് കൊടുക്കണം. പ്രോബ്ലംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ നല്ലവണ്ണം സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. എനിക്കൊരു നല്ലൊരു ഫ്രണ്ടുണ്ട്, പ്രൊഫസർ റെനെ മുള്ളർ. അദ്ദേഹത്തിൻ്റെ പരീക്ഷകളൊക്കെ വിത്ത് ടെക്സ്റ്റാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ടെക്സ്റ്റുമായിട്ട് പുള്ളിയുടെ പരീക്ഷയ്ക്ക് പോകാം. പക്ഷേ പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രോബ്ലംസാണ്. ഞാൻ പറയുന്നത് ആ രീതിയിൽ നമ്മുടെ എക്സാമിനേഷനും നമ്മളെ പഠിപ്പീരും ഒക്കെ ഒന്ന് മാറ്റണം. പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഫണ്ടമെൻ്റൽ ബുക്സുകളൊക്കെ വായിച്ചിരിക്കണം. ഫണ്ടമെൻ്റൽ ബുക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആയി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ദറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ യു റേസ്ഡ്. ഈ റോഡ് ലേണിംഗ് എന്ന് പറയുന്നത് നിർത്തണം. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? ഒരു വളരെ ജെന്യൂനായിട്ട് പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു ചോദ്യമാണ്. ഇന്ന് ടർഫ് എന്ന് പറയുന്ന ഒരു സംസ്കാരം, പിള്ളേർ കളിക്കുന്ന ടർഫ് സംസ്കാരം കൂടി വരികയാണ്. അപ്പോൾ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ സ്ലോട്ട് എടുത്ത് ടർഫിൽ പോയി കുട്ടികൾ കളിക്കുക. അവിടെ നിന്ന് തന്നെ ധാരാളമായി ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് രാവിലെ 12 മണി വരെ 1 മണി വരെ കിടന്നുറങ്ങുന്ന ഒരു കൾച്ചർ. അതിന് ഡോക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശമോ എന്തെങ്കിലും?
ഈ പറഞ്ഞ കാര്യങ്ങൾ, വി ആർ ഡിസ്റപ്റ്റിംഗ് ദ മോസ്റ്റ് ബേസിക് നാച്ചുറൽ ലോ. നമ്മുടെ തലച്ചോറിലെ ഒരു 24 hour സൈക്കിളിലാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. ബ്രെയിൻ മാത്രമല്ല, അത് ബോഡിയിലെ എല്ലാ ഓർഗൻസും, ഓരോ സെല്ലിനും ഈ 24 hour സൈക്കിളുണ്ട്. അത് നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ ജീവൻ രൂപപ്പെട്ട് വന്നു, നമ്മുടെ ഭൂമി 24 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബേസിക് യൂണിവേഴ്സൽ ഫിനോമിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു തിയററ്റിക്കൽ ബേസിസ്. സോ കമ്മിങ് ടു ദ പ്രാക്ടിക്കൽ പോയിൻറ്റ്, നമുക്ക് തോന്നുമ്പോൾ ഉറങ്ങുകയും തോന്നുമ്പോൾ ഉണരുകയും ചെയ്തു കഴിഞ്ഞാൽ വി ആർ ഡിസ്റപ്റ്റിംഗ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ നേച്ചേഴ്സ് റോൾ എബൌട്ട് അവർ ബ്രെയിൻ. ആ ജൈവ താളം, ജൈവ ഘടികാരം, ആ ബയോളജിക്കൽ ക്ലോക്ക് ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അറ്റൻഷൻ, മെമ്മറി, നമ്മളുടെ ഇമോഷൻസ്, ഇൻ്റലിജൻസ്, കോഗ്നേഷൻസ് എല്ലാം ഡിസ്റപ്റ്റഡ് ആവും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ചോദ്യം ചോദിച്ച ബിജു തോമസ് സാറിന് അത് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങളിലേക്ക് എന്നിൽ കൂടെ ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഫോളോ ദി നേച്ചേഴ്സ് റൂൾ. അതായത് സ്ലീപ്പ് സൈക്കിൾ ഡിസ്റപ്റ്റ് ചെയ്യാതിരിക്കുക. രാത്രി ഒരു 10-11 ആകുമ്പോൾ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുക. 6-7 മണിക്കൂർ സമയം കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടണം, എങ്കിലേ ദ ബ്രെയിൻ, നമ്മൾ ഉറങ്ങുന്ന സമയം തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദ ബ്രെയിൻ ഈസ് ഡൂയിങ് ദി ഓർഗനൈസേഷൻ വർക്ക്. എന്നിട്ട് രാവിലെ ഒരു 5-6 ആകുമ്പോഴത്തേക്കിന് അറൗണ്ട് ദ സൺറൈസ് ടൈം എണീക്കുക. ആ സ്ലീപ്പ് സൈക്കിൾ, ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ്, അത് നമ്മുടെ ബ്രെയിനിന് ആവശ്യമാണ്. എങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ താളക്രമവും തെറ്റിപ്പോവും. അതുകൊണ്ട് ഫോളോ ദി നേച്ചേഴ്സ് റൂൾ. ഇതെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ അവസാനം വന്ന ഒരു ഫണ്ടമെൻ്റൽ ചോദ്യമാണ് ചോദിച്ചത്. ഈ പ്ലാറ്റ്ഫോം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് നമ്മുടെ പഠനമോ നമ്മുടെ എൻ്റർപ്രണർഷിപ്പോ നമ്മളുടെ എക്സലൻസോ ഒന്നും കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. ദ ബ്രെയിൻ ഈസ് ദ പ്ലാറ്റ്ഫോം. If you keep your brain smart, then you will have smart minds and the smart life. That's all. Thank you. താങ്ക് യു. ഇന്നത്തെ ഈ കോൺക്ലേവിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളോടൊപ്പം ചേർന്ന ഈ പ്രതിഭകൾക്ക് ഒരു വാക്ക് നന്ദി പറയാൻ വേണ്ടി GIT കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അനന്തലക്ഷ്മിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മനനീയമായ ചിന്താശകലങ്ങളെ വാക്കുകളാൽ ഉപസംഹരിച്ച് നമ്മിലേക്ക് എത്തിച്ച വിശിഷ്ടാതിഥികളെ, എത്രയും പ്രിയപ്പെട്ട, അതായത് നമ്മളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് തങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്താനായിട്ട് മനസ്സ് കാണിച്ച് നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവിട്ടിരിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.